ഒരു അമ്മ വന്നത് 2 വട്ടം അമ്മ അവളുടെ അബോർഷൻ നടത്തി. അമ്മ പറയുന്നത് വെച്ചാൽ ഈ കുഞ്ഞങ്ങോട്ട് പോകുന്നതാണെന്ന്. കാരണം അവൾക്കത് ചിന്തിക്കാനുള്ളതില്ലല്ലോ, അവൾക്കതൊരു ശരീരത്തിന്റെ ഏർജ് മാത്രമാണ്. പല സെന്റേഴ്സും മൃഗങ്ങളെക്കാൾ മോശമായിട്ട് ഈ കുട്ടികളുടെ അടുത്ത് ബിഹേവ് ചെയ്യണ കണ്ടിട്ടുണ്ട്. നമ്മൾ പേരൻപ് എന്ന് പറഞ്ഞൊരു പടം ഇറങ്ങിയിരുന്നല്ലോ മമ്മൂട്ടിയുടെ. അമ്മ ഉപേക്ഷിച്ചിട്ട് പോയി, അച്ഛൻ മഹാവിശാല മനസ്കൻ എന്നൊരു കൺസെപ്റ്റ് പറയുന്നുണ്ട്. 3 മാസം 4 മാസം വേണ്ട, ഒരു 6 മാസം പ്രായമുള്ള ഒരു കുഞ്ഞിനെയും കൊണ്ട് കലൂർ ബസ് സ്റ്റാൻഡിൽ ഒരു അമ്മ വന്നാൽ അമ്മയ്ക്കൊന്ന് ബാത്റൂമിൽ പോകണം എന്ന് തോന്നിയാണ് എന്ത് ചെയ്യും? ഈ കൊച്ചിനെ കളയാൻ പറ്റുമോ? സ്പെഷ്യൽ അംഗൻവാടി എന്ന് പറഞ്ഞിട്ട് നമ്മൾ സോഷ്യൽ സെക്യൂരിറ്റി മിഷന്റെ കീഴിൽ തുടങ്ങിയിട്ടുണ്ട്. ഏർലി ഇന്റർവെൻഷൻ സെന്റേഴ്സ്. അപ്പൊ നമ്മൾ കുട്ടിക്ക് 24 മണിക്കൂർ ആകുമ്പോഴേ ചെവി ഒക്കെ ടെസ്റ്റ് ചെയ്യും, കേൾവി ഉണ്ടോ എന്നുള്ളത് നോക്കും. കുറച്ച് നാൾ മുമ്പ് ഒരു സിനിമ റിലീസായിരുന്നു. അതിലെ ഒരു പദപ്രയോഗം കാരണം, നായകന്റെ ഭാഗത്തുനിന്ന് ഉണ്ടായ ഒരു പദപ്രയോഗം കാരണം ആ സിനിമ വിവാദത്തിലേക്ക് പോവുകയും ശേഷം സിനിമയിലെ നായകനും പ്രൊഡ്യൂസറും അടക്കമുള്ളവർ മാപ്പ് പറഞ്ഞതിന് ശേഷമാണ് ആ സിനിമ പിന്നീട് വീണ്ടും തിയേറ്ററിലേക്ക് എത്തിക്കുന്നതൊക്കെ. അപ്പോൾ അത്തരം ഒരു വിഷയത്തെ പറ്റിയാണ് ഇന്ന് സംസാരിക്കാനുള്ളത്. നമ്മുടെ കൂടെ ഉള്ളത് ദിവ്യ രാമകൃഷ്ണൻ, മേഡം സ്റ്റേറ്റ് ഇനിഷ്യേറ്റീവ് ഓൺ ഡിസബിലിറ്റിയുടെ ഡിസ്ട്രിക്ട് കോർഡിനേറ്ററാണ്. വെൽക്കം. താങ്ക് യു. മേഡം, ഡിസബിലിറ്റി എന്നൊരു ടേമിനെ നല്ലതല്ലാത്ത രീതിയിൽ നിർവചിക്കുന്ന കുറേ സിറ്റുവേഷൻസ് കണ്ടിട്ടുണ്ട്. സ്റ്റിഗ്മറ്റൈസ് ചെയ്തും ഡിസ്ക്രിമിനേറ്റ് ചെയ്തും ഒക്കെ. ഇപ്പൊ ഗവൺമെന്റ് തന്നെ കുറേ ഇനിഷ്യേറ്റീവ്സ് അതിന്റെ ഭാഗമായിട്ട് എടുത്തിട്ടുണ്ട്. ഇപ്പൊ ദിവ്യാംഗജൻ, ഡിഫറൻ്റ് ഏബിൾഡ് എന്നുള്ള രീതിയിലേക്കൊക്കെ ടേം മാറ്റുകയും ഇതിലൊക്കെ എന്താണ് ശരിക്കുള്ള വസ്തുത എന്താണ്? ആക്ച്വലി നമ്മൾ മുൻപ് ഡിസബിലിറ്റി എന്ന് തന്നെയാണ് ഇംഗ്ലീഷിൽ, അതിപ്പോഴും നമ്മൾ ഡിസബിലിറ്റി ആക്ട് അങ്ങനെ തന്നെയാണ് ഉപയോഗിക്കുന്നത്. മലയാളത്തിൽ അല്ലെങ്കിൽ നമ്മുടെ ലോക്കൽ ലാംഗ്വേജുകളിലാണ് വലിയൊരു വ്യത്യാസം വന്നുള്ളൂ. മലയാളത്തിൽ നമ്മൾ ശരി വൾഗർ എന്ന് പറയുന്നൊരു വാക്കാണ് ഉപയോഗിച്ചിരുന്നത്. വികലാംഗ അങ്ങനെയാണ് പറഞ്ഞിരുന്നത്. അത് നമുക്കുണ്ടായിരുന്ന വികലാംഗ കമ്മീഷൻ, വികലാംഗനായിട്ടുള്ള ആള് അവർക്കുള്ള അപേക്ഷാ ഫോമിൽ പോലും വികലാംഗനാണോ, അപ്പൊ അത് കേൾക്കുമ്പോൾ തന്നെ ഭയങ്കര നെഗറ്റീവ് വൈബ് അടിക്കുന്ന ഒരു വാക്കാണ്. അത് മാറിയിട്ട് നമ്മൾ ഭിന്നശേഷി എന്നൊരു വാക്കിലേക്ക് വന്നിട്ടുണ്ട്. അതിൽ കുറച്ചും കൂടെ ഒരു പോസിറ്റിവിറ്റി ഉണ്ട്. ഡിസബിലിറ്റി എന്ന വാക്ക് നമ്മൾ ഇപ്പോഴും ഉപയോഗിക്കുന്നത് പക്ഷെ നമ്മൾ ഡിസബിലിറ്റി എന്നുള്ളത് ഒരു അവസ്ഥയാണ്, ഭിന്നശേഷി എന്നൊരു അവസ്ഥയാണ്. നമ്മൾ ആ അവസ്ഥയെ അഡ്രസ് ചെയ്യാൻ ആ വാക്ക് ഉപയോഗിക്കാം. പക്ഷെ നമ്മുടെ നാട്ടില് ഒരാളുടെ ഒരു നെഗറ്റീവായിട്ടാണ് ആ വാക്കുകൾ ഉപയോഗിച്ചുകൊണ്ട് വന്നിരുന്നത്. അതായിരുന്നു ഒരു ഏറ്റവും വലിയ പ്രശ്നം. ഇപ്പൊ നേരത്തെ പറഞ്ഞ മൂവിയിലുള്ളത് പോലും ഒരാള് ഭിന്നശേഷി ആവുന്നത് എന്തോ ഒരു വലിയ തെറ്റാണ് എന്ന രീതിയിലാണ് നമ്മുടെ സമൂഹം യെസ് അങ്ങനെയാണ് പോർട്രേറ്റ് ചെയ്യുന്നത്. അതുപോലെ തന്നെ അവരെ കുറിച്ച് തമാശകൾ ഉണ്ടാക്കുക, ബോഡി ഷെയ്മിങ്ങിന്റെ ഒരു എക്സ്ട്രീം അതിലാണ് അവർ പോകുന്നത്. അവരെക്കുറിച്ച് തമാശകൾ ഉണ്ടാക്കുമ്പോൾ അതിൽ ഒരു ഡിസബിലിറ്റി ഉള്ളവരെയും മാറ്റി നിർത്തുന്നില്ല. ലോക്കോമോട്ടർ ആണെങ്കിലും ശരി, ഇന്റലക്ച്വൽ ആണെങ്കിലും ശരി, അത് മറ്റുള്ളവർക്ക് കളിയാക്കാനുള്ള ഒരു ഉപാധിയായിട്ടാണ് കാണിക്കുന്നത്. അതുകൊണ്ട് ഡോർഫിസം ഉള്ള ഒരു മനുഷ്യനെ നോർമലായിട്ട് അംഗീകരിച്ച് തുടങ്ങിയിട്ട് നമുക്ക് 10-ൽ താഴെ വർഷങ്ങളെ ആയിട്ടുള്ളൂ. എനിക്ക് തോന്നുന്നു പേഴ്സൺ വിത്ത് ഡിസബിലിറ്റി ആക്ട് വന്നിട്ട് ഇപ്പോൾ 10 വർഷത്തിന് താഴെ ആയിട്ടേ ഉള്ളൂ അല്ലേ? അതെ, ആക്ച്വലി 9 വർഷം മുമ്പ് നമുക്ക് 95 വരെ ഡിസബിലിറ്റി ആക്ട് ആണ് 95-ലൊക്കെ ഉണ്ടായിരുന്നത്. അതിനകത്ത് നമ്മൾ അവർക്ക് വേണ്ടിയിട്ടുള്ള കുറെ പെൻഷൻ, കുറെ ഔദാര്യങ്ങളെ കുറിച്ചാണ് പറയുന്നത്. അവരുടെ 7 കണ്ടീഷൻസ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ഇത്രയും ഡിസബിലിറ്റീസ് ഇല്ല. ഇപ്പൊ നമ്മൾക്ക് 2016 വന്നിട്ടുള്ള റൈറ്റ് ഓഫ് പേഴ്സൺസ് വിത്ത് ഡിസബിലിറ്റി, ആ റൈറ്റ് എന്നുള്ള വേർഡിന് ഭയങ്കര ഇമ്പാക്റ്റ് ഉണ്ട്. ആ റൈറ്റ് എന്നുള്ള വേർഡ് വന്നതിന് ശേഷമാണ് ഈ ആൾക്കാരെ മുമ്പ് എങ്ങനെയാ വെച്ചാൽ ഇവരൊരു സൈഡിൽ നിൽക്കുക, നമ്മൾ അവർക്ക് എന്തെങ്കിലുമൊക്കെ കൊടുത്ത് തൽക്കാലം ഒന്ന് ആശ്വസിപ്പിക്കുക എന്നതിന് അത് മാറ്റിയിട്ട് അവരെ മുഖ്യധാരയിലേക്ക് കൊണ്ടുവരിക. ഒരു സാധാരണ മനുഷ്യൻ ഈ ലോകത്ത് അനുഭവിക്കുന്ന എല്ലാ പോസിറ്റീവ്സും അവർക്കും അനുഭവിക്കാൻ പറ്റണം. ആ ഗ്യാപ്പാണ് നമ്മൾ ബ്രിഡ്ജ് ചെയ്യുന്നത്. RPW ആക്ട് ഉദ്ദേശിക്കുന്നത് തന്നെ അതാണ്. അതനുസരിച്ച് ഡിസബിലിറ്റിയുടെ എണ്ണം കൂട്ടിയിട്ടുണ്ട്. 21 ഡിസബിലിറ്റി പ്ലസ് മൾട്ടിപ്പിൾ ഡിസബിലിറ്റി, അത്രയും ഡിസബിലിറ്റികൾ വന്നിട്ടുണ്ട്. ആൻഡ് ആസിഡ് അറ്റാക്ക് ഒക്കെ നമ്മുടെ ഡിസബിലിറ്റിയിൽ വന്നിട്ടുണ്ട്. അപ്പം മുമ്പ് അതൊന്നും മൈൻഡ് ചെയ്തിരുന്ന ഒരു സംഭവങ്ങളല്ല. അതുപോലെ തന്നെ നമ്മൾ മുമ്പ് മെന്റൽ റിട്ടാർഡേഷൻ എന്ന് പറഞ്ഞൊരു ഒറ്റ
സംഭവമാണ് പറഞ്ഞിരുന്നത്. ഇപ്പൊ ഇന്റലക്ച്വൽ ഡിസബിലിറ്റി വേറെ തന്നെയുണ്ട്. അതിനകത്ത് ഓട്ടിസം സ്പെക്ട്രം ഡിസോർഡേഴ്സ് ആണ്. മുമ്പ് ഓട്ടിസം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. സ്പെക്ട്രം ഡിസോർഡേഴ്സ് വന്നു. ന്യൂറോയ്ക്ക് മാത്രം നമ്മൾ അത് ഡിസബിലിറ്റി ആയിട്ട് എടുക്കുന്നുണ്ട്. സൈക്കാട്രിക് ഇഷ്യൂസ് നമ്മൾ ഡിസബിലിറ്റിയിൽ മുമ്പ് ഇതെല്ലാം കൂടെ ചേർന്നിട്ട് ഒരു അവിയൽ പരുവത്തിലായിരുന്നു. ഇപ്പൊ അതെല്ലാം സെപ്പറേറ്റ് ആയിട്ട് തന്നെ നമ്മൾ ചെയ്യുന്നുണ്ട്. നമുക്ക് ഡെഫ് ആൻഡ് ഡംബും ഉണ്ട്, ലോ വിഷൻ, കേൾവി കുറവ്, അങ്ങനെയുണ്ട്. മുമ്പ് എങ്ങനെയാ വെച്ചാൽ കണ്ണ് കാണാത്തെന്ന് പറഞ്ഞ ഒരു ഒറ്റ കാറ്റഗറി ആയിരുന്നു. ഇപ്പൊ അതിങ്ങനെ ഓരോന്നും കംപ്ലീറ്റ്ലി കണ്ണ് കാണാത്ത ആൾക്കാർ, അവരുടെ ചിലർക്ക് ന്യൂറോ ഇഷ്യൂ കാരണമാണ് കണ്ണിന് പ്രശ്നം വരിക. അപ്പൊ ആ രീതിയിൽ തന്നെ കൃത്യമായിട്ട് ഇപ്പൊ ഡോക്ടേഴ്സ് മെഡിക്കൽ സർട്ടിഫിക്കറ്റ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അപ്പൊ അതിന്റെ ഒക്കെ ഒരു അഡ്വാൻറ്റേജ് അവരുടെ ഭാവിക്ക് വേണ്ടിയിട്ടുള്ള, അപ്പൊ അവരുടെ എഡ്യൂക്കേഷൻ ആണെങ്കിലും ശരി, അവരുടെ ജോലി സംബന്ധമായിട്ടുള്ള കാര്യങ്ങളിലാണെങ്കിലും ശരി, അവർക്കത് ഉപയോഗിക്കാൻ പറ്റുന്നുണ്ട്. മറ്റേത് പണ്ടൊരൊറ്റ ബാനറിന്റെ മുകളിൽ എല്ലാവരും കൂടെ വരുമായിരുന്നു. ആ വ്യത്യാസം വന്നിട്ടുണ്ട്. പിന്നെ റൈറ്റ്സ് എന്നൊരു കാര്യത്തിൽ ഭയങ്കര ഊന്നലുള്ളത് കൊണ്ട് ഒരു കുട്ടി, ഇപ്പൊ നമുക്കൊരു കുട്ടി ഉണ്ടായി, നമ്മൾ സ്കൂളിൽ 6 വയസ്സാകുമ്പോൾ ചേർക്കുന്നു. ഈ കുട്ടിയും ഭിന്നശേഷിയുള്ള ഒരു കുട്ടിയാണെങ്കിൽ ആ കുട്ടിയും സ്കൂളിൽ പോകാൻ ഡിസേർവിംഗ് ആണ്. അപ്പൊ ആ കുട്ടി സ്കൂളിൽ പോകാൻ പറ്റുന്നില്ലെങ്കിൽ എന്തൊക്കെ കാരണങ്ങൾ കൊണ്ടാണോ പറ്റാത്തത്, ആ പ്രശ്നങ്ങൾ നമ്മൾ ബ്രിഡ്ജ് ചെയ്യണം. അതിന് സർക്കാരിനും ഉത്തരവാദിത്തമുണ്ട്, വ്യക്തികൾ എന്ന രീതിയിൽ ഉണ്ട്, സമൂഹത്തിനും ഉത്തരവാദിത്തമുണ്ട്. എനിക്ക് തോന്നുന്നു അതിന്റെ ഭാഗമായിട്ടാണ് ഈ ഡിഫറെന്റ്ലി ഏബിൾഡ് ഫ്രണ്ട്ലി ആയിട്ടുള്ള സ്കൂളുകൾ, കെട്ടിടങ്ങൾ, സർക്കാർ ഓഫീസുകളിലൊക്കെ ഇപ്പൊ ഈ റാമ്പ് നമ്മളിപ്പം നിർബന്ധമാണ്. പുതിയ ഏത് ബിൽഡിംഗ് ഉണ്ടാക്കുകയാണെങ്കിലും റാമ്പ് ഉണ്ടെങ്കിൽ മാത്രമേ നമ്മൾ ആ ബിൽഡിങ്ങിന് സാങ്ഷൻ കൊടുക്കുള്ളൂ സർക്കാരിൽ നിന്ന്. സ്കൂളുകളിൽ നമ്മൾ ഇപ്പൊ എല്ലാ സ്കൂളുകളിലും റാമ്പുകളുണ്ട്, വീൽ ചെയർ ആക്സസ് ഉള്ള ക്ലാസ് റൂംസ് ഉണ്ട്. എന്നാൽ ഇനി മാറേണ്ടതുണ്ട്. കാരണം നമ്മളൊരു വർഷങ്ങളായിട്ട് പാരമ്പര്യമായിട്ട് നമ്മൾ ശീലിച്ചു വന്ന കുറെ ശീലങ്ങളുണ്ട്. അപ്പൊ നമുക്ക് അതനുസരിച്ചിട്ടുള്ള വ്യത്യാസങ്ങൾ വരുത്താൻ പറ്റുന്നതിന് മുമ്പ് ഒരു ഡിസേബിൾഡ് ആയ, ഇപ്പൊ ഒരു ലോക്കോമോട്ടർ ഇഷ്യൂ ഉള്ള ഒരു കുട്ടി ഒരു ക്ലാസ്സിലുണ്ടെങ്കിൽ ആ സ്കൂളിൽ കുറച്ച് പേരെങ്കിലും ആ കുട്ടിയെ കളിയാക്കും. ശരിയാണ്, പേരിട്ട് കളിയാക്കും, ഓരോരോ പേരുകൾ. ഇപ്പൊ അറ്റ്ലീസ്റ്റ് ഇപ്പൊ ഉള്ളവർക്ക് അതിലൊരു പൊളിറ്റിക്കൽ ഇൻകറക്റ്റ്നെസ് ഉണ്ട് എന്ന ബോധമെങ്കിലും വന്നിട്ടുണ്ട്. അപ്പൊ ഭാവിയിൽ അത് അവരെ കംപ്ലീറ്റ്ലി ഇൻക്ലൂസീവ് ആക്കാനും പറ്റും. ഇപ്പൊ നമ്മൾ ഈ 2016 ആക്ട് കൊണ്ട് മെയിനായിട്ട് ഉദ്ദേശിക്കുന്ന ഒരു സംഭവം ഈ ഇൻക്ലൂസീവ്നെസ് ആണ്. അതിന്റെ ഭാഗം നമുക്ക് മുമ്പ് തൊട്ടേ ഉണ്ട്. ഇവിടെ IED എഡ്യൂക്കേഷൻ ഉണ്ട്. ഈ കുട്ടികളെ നമ്മൾ സാധാരണ സ്കൂളിലേക്ക്, അതും ഇപ്പോൾ വളരെ കൂടുതലാണ്. മുമ്പ് എങ്ങനെ ഇവരെ വിടും എന്നൊക്കെയുള്ള പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു. സ്പെഷ്യൽ സ്കൂളും ഉണ്ട്. ഇപ്പം ഞാൻ കാസർഗോഡൊക്കെ വർക്ക് ചെയ്തിട്ടുണ്ട്. കാസർഗോഡ് സ്പെഷ്യൽ സ്കൂൾസ് ഉണ്ട്. അതേപോലെ തന്നെ ഇൻക്ലൂസീവ് ബഡ് സ്കൂളുണ്ട്. ഇൻക്ലൂസീവ് എന്താണ് ഈ ഡിഫറൻസ് എന്തായിരുന്നു? സ്പെഷ്യൽ സ്കൂൾ സ്പെഷ്യൽ, ഇങ്ങനെ ഭിന്നശേഷിയുള്ള കുട്ടികൾക്ക് മാത്രമുള്ള സ്കൂളാണ്. ബഡ് സ്കൂളുകൾ ഓരോ പഞ്ചായത്തിന്റെ കീഴിലും നമ്മൾ ഇന്റലക്ച്വൽ ഡിസബിലിറ്റി ഒക്കെ ഉള്ള കുട്ടികൾക്ക് വേണ്ടിയിട്ടുള്ള ഒരു സംരംഭമാണ് ബഡ് സ്കൂൾ എന്ന് പറയുന്നത്. ഇൻക്ലൂസീവ് എഡ്യൂക്കേഷൻ എന്ന് പറഞ്ഞാൽ നമുക്കിപ്പോൾ ഒരു എന്തെങ്കിലും ഒരു കാര്യത്തിൽ നമുക്കൊരു ശേഷിക്കുറവുണ്ടെങ്കിൽ, ശേഷിയുള്ള ആൾക്കാരുടെ കൂടെ നിൽക്കുമ്പോൾ നമുക്കൊരു ഇൻഹെറിറ്റ് കപ്പാസിറ്റി വരും, ഒരു കോമ്പറ്റൻസ് വരും. ആ കപ്പാസിറ്റിയിൽ കൂടെ നമ്മൾ കുറച്ചും കൂടെ ഗ്രോത്ത് വരും. ആ ഒരു കൺസെപ്റ്റിലാണ് നമ്മൾ ഇൻക്ലൂസീവ് എഡ്യൂക്കേഷൻ ചെയ്യുന്നത്. അപ്പൊ നമ്മൾ ഈ കുട്ടികളെ നമ്മളിപ്പോ നോക്കിയാലറിയാം, ചെറിയ ക്ലാസ്സിലൊക്കെ ഭിന്നശേഷിക്കാരായ കുട്ടികൾ, ഇന്റലക്ച്വൽ ഡിസബിലിറ്റി ഉള്ള കുട്ടികൾ സ്കൂളിൽ പഠിക്കുന്നുണ്ടെങ്കിൽ അവർ പഠിക്കുന്ന സാധാരണ കുട്ടികളുടെ കൂടെ. അപ്പൊ അവർ കാണിക്കുന്ന ഓരോ മിടുക്കുകൾ, അതിപ്പം ഈവൻ ബോഡി മൂവ്മെന്റ്സ് ആണെങ്കിൽ ശരി, ഓട്ടം ചാട്ടം ഇങ്ങനത്തെ സംഭവങ്ങളാണെങ്കിലും ശരി, മറ്റൊരു സ്പെഷ്യൽ സ്കൂളിൽ ഉള്ള ഇങ്ങനത്തെ കുട്ടികളെ മാത്രം കണ്ടു വളരുന്ന ഒരു കുട്ടിയേക്കാൾ സ്മാർട്ടായിരിക്കും. കാരണം ആ ഒരു പിയർ ഗ്രൂപ്പ് കൊടുക്കുന്ന ഒരു ഇൻഫ്ലുവൻസ് ഉണ്ട്. അപ്പം ആ ഒരു കൺസെപ്റ്റിലാണ്. പിന്നെ ഇവരെ മാറ്റി നിർത്തേണ്ടതല്ല. ഇതിൽ വേറെ 2-3 എലമെന്റ്സ് ഉണ്ട്. ഒന്ന്, ഇവരുടെ കൂടെ പഠിക്കുന്ന കുട്ടികളിൽ മനുഷ്യത്വം എന്ന് പറയുന്ന ഒരു സംഭവം നമുക്ക് കൊണ്ടുവരാൻ പറ്റും. ഇവരും നമ്മുടെ സമൂഹത്തിന്റെ ഭാഗമാണ്. ഇവർക്ക് ചില കാര്യങ്ങൾ സ്വയം ചെയ്യാൻ പറ്റില്ല. അപ്പൊ നമ്മൾ അവരെ ടേക്ക് കെയർ ചെയ്യണം. ഇൻക്ലൂസീവ്നെസ്സിലൂടെ ശരിക്കും സമൂഹത്തിൽ ഇവർ ഇൻക്ലൂഡഡ് ആണെന്നുള്ള ഒരു ഞാൻ ശരിക്കും സ്പെഷ്യൽ സ്കൂളിനെ ഒന്നും സപ്പോർട്ട് ചെയ്യുന്നില്ല ഇമോഷണലി. ബിക്കോസ് എന്ന് വെച്ചാൽ അങ്ങനെ മാറ്റി നിർത്തിയിട്ട് അവർക്ക് മാത്രമായിട്ടൊരു കേന്ദ്രം എന്നുള്ളതിനേക്കാൾ അവർക്ക് സാധാരണ മനുഷ്യരുമായി ഇടപഴകാനുള്ള മാക്സിമം അവസരങ്ങൾ ഉണ്ടാവണം എന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. ഈ സ്പെഷ്യൽ സ്കൂൾ എന്ന് പറയുമ്പോൾ ഇപ്പം ഈ ഇൻക്ലൂസീവ് ആയിട്ടുള്ള സ്കൂളുകളിൽ പേരൻസിന്റെയും ടീച്ചേഴ്സിന്റെയും മീറ്റിംഗ് ഒക്കെ ഉണ്ടാവല്ലോ, PTA മീറ്റിങ്ങുകൾ. ഈ മീറ്റിങ്ങുകൾ ഒരുപക്ഷെ ഉയർന്നു വരത്തില്ല, ഇത്രയും കുട്ടികളോട് എന്റെ കുട്ടിയെ വളർത്തി കഴിഞ്ഞു കഴിഞ്ഞാൽ പ്രശ്നം വരും.
അപ്പൊ ഇതെങ്ങനെയാണ് നമുക്ക് നമുക്ക് ഒരുപാട് കേസുകൾ അങ്ങനെ അറിയാം. കുറെ സ്കൂളുകൾ ഭയങ്കരമായിട്ട് അഡാപ്റ്റ് ചെയ്തവരുണ്ട്. ചിലയിടത്ത് ചില പേരൻസ്, ഞാൻ സ്കൂളിനെ പറയില്ല, സ്കൂളിന് കുഴപ്പമില്ല, ക്ലാസ്സിൽ കൂടെ പഠിക്കുന്ന കുട്ടികൾക്കും കുഴപ്പമില്ല. ചില പേരൻസ് പക്ഷെ പറയും ഈ കുട്ടിയെ എൻ്റെ കുട്ടിയുടെ കൂടെ ഇരുത്തി പഠിപ്പിക്കരുത്. കാരണം ചിലപ്പോൾ ഇവരുടെ ഫിസിക്കലി ഇവർ കാണിക്കുന്ന എന്തെങ്കിലുമൊക്കെ ഒരു വ്യത്യാസം കാണും, സാധാരണ കുട്ടികളെ പോലെ ആവണമെന്നില്ല. പിന്നെ ഇവർക്ക് പെട്ടെന്ന് ദേഷ്യം വന്നവർ പെട്ടെന്ന് അറ്റാക്ക് ചെയ്യും, അങ്ങനെയൊക്കെ സംഭവിക്കാം. അപ്പം ഇതൊക്കെ വരുമ്പോൾ ഈ നോർമൽ കുട്ടിയുടെ പേരന്റ് ഇതെടുക്കുന്നത് എൻ്റെ കൊച്ചിനെ ദ്രോഹിക്കാൻ വേണ്ടിയിട്ട് ഒരു കൊച്ചിനെ വെച്ചേക്കുന്നു. അപ്പൊ നിങ്ങൾ എന്തിനാണ് ഇതിനെന്ന് പറയാട്ടോ, മനുഷ്യക്കുട്ടിയുടെ പോലെയല്ല കൂട്ടുക, ഇതിനെ നിങ്ങൾ എന്തിനാണ് ഇവിടെ വെച്ചേക്കുന്നത്, അവർക്ക് വീട്ടിൽ പൂട്ടിയിട്ടാ പോരെ എന്നൊക്കെ ചോദിക്കുന്ന പേരൻസ് ഉണ്ട്. പക്ഷെ അതും വ്യക്തിപരമായിട്ട് വ്യത്യാസപ്പെടും. ഇപ്പൊ ഞാൻ എൻ്റെ ലോകം എന്ന് മാത്രം വിചാരിക്കുന്ന മനുഷ്യന്മാർക്കാണ് അങ്ങനെ ചിന്തിക്കാനും അതങ്ങനെ പറയാനും പറ്റുക. പക്ഷെ അങ്ങനെ ചെയ്യുന്നവരുണ്ട്. അതിന്റെ ഒരു ഇതെന്താ വെച്ചാൽ ഇവര് സമൂഹത്തിന്റെ ഭാഗമാണ് എന്നൊരു ലേണിംഗ് അവർക്ക് കിട്ടിയിട്ടേ ഇല്ല. അതെ അതെ, അതായത് അവരുടെ ചൈൽഡ്ഹുഡിൽ അവർ ഇവരെ വേർതിരിച്ച് കാണുന്ന ഒരു സിസ്റ്റമാണ് കണ്ടുവള്ളുന്നത്. അതുകൊണ്ട് അവരുടെ മക്കളോടും പറഞ്ഞു കൊടുക്കുന്ന ഇവരെ നമ്മുടെ കൂടെ കൂട്ടേണ്ട ആവശ്യമില്ല. പിന്നെ അവരുടെ ഫാമിലിയിലോ ഇമ്മീഡിയറ്റ് ഫാമിലിയിലോ ചുറ്റുവട്ടത്തൊന്നും അവർ ഇങ്ങനത്തെ ആൾക്കാരെ കണ്ടിട്ടും ഉണ്ടാവില്ല ചിലപ്പോൾ. അപ്പൊ പിന്നെ എന്താണ് ഇതിന്റെ അവസ്ഥ എന്നൊന്നും അറിയാത്തത് കൊണ്ട് കുറച്ചു പേര് പേരൻസിന്റെ കാര്യം ഞാൻ പറഞ്ഞത് അവരുടെ ഒരു പ്രിവിലേജ് ആയിട്ടാണ് ഒരു നോർമൽ കുട്ടി അവർക്ക് ഉണ്ടായി എന്നുള്ളതിനെ കാണുന്നത്. ശരിക്കും അതൊരു പ്രിവിലേജ് അല്ലല്ലോ. ആർക്ക് വേണമെങ്കിലും ചിലപ്പോൾ ഒരു അബ്നോർമാലിറ്റി ഉള്ള കുട്ടി ഉണ്ടാകാം, നമുക്ക് പറയാനൊന്നും പറ്റത്തില്ല, പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റത്തില്ല. ഇപ്പൊ കുറച്ച് അഡ്വാൻസ്ഡ് ആയിട്ടുള്ള സിസ്റ്റംസ് ഉണ്ടാകാം, ജനറ്റിക് ടെസ്റ്റുകൾ ഉണ്ടാകാം. എങ്കിൽ പോലും ചില സിറ്റുവേഷൻസ് ചില കണ്ടീഷൻസിൽ കാരണമൊന്നും പറയാനില്ല, ഈ കുട്ടി ഇങ്ങനെയായി, അതിന്റെ കാരണം ഇതാണ്, ഇങ്ങനെയാണ് കുട്ടി ജനിച്ചത്, അതാണ് അതിന്റെ നോർമാലിറ്റി. പക്ഷേ ഇതേ പേരൻസ് ഇപ്പം അവര് കാണുന്ന അവരെ തന്നെ അവർ പ്രിവിലേജ്ഡ് ആണ്, അവർക്ക് അങ്ങനെ ഒരു കുട്ടി ഉള്ളതുകൊണ്ട്. മറ്റുള്ളവര് പ്രിവിലേജ്ഡ് അല്ല, അവരെ മാറ്റി നിർത്തേണ്ടതാണ്. ഇതുകൊണ്ടായിരിക്കുമല്ലോ ഇപ്പോഴും ഈ പേരൻസ് തന്നെ പറയുന്നത് നമ്മുടെ കുട്ടിയെ അവരുടെ കൂടെ വിടാൻ പറ്റത്തില്ല. ചിലപ്പോൾ അവര് പറയും, ഇനിയിപ്പം പേരൻസോ ടീച്ചേഴ്സോ ഈ സ്കൂളിലെ അവർ റെഡി ആവുന്നില്ല, ഈ കുട്ടിയെ മാറ്റാൻ റെഡി ആവുന്നില്ല, ഇവർ പറയും ഞങ്ങളുടെ കുട്ടിയെ ഞങ്ങൾ മാറ്റിക്കോളാം. ഇങ്ങനെ സിറ്റുവേഷൻസ് കണ്ടിട്ടുള്ളത് ഞാനും ഇത്തരം കേസുകൾ കണ്ടിട്ടുണ്ട്. ഇനി ഡിസ്ക്രിമിനേഷൻ ആൻഡ് സ്റ്റിഗ്മയിലേക്ക് വന്നു കഴിഞ്ഞാൽ എത്രത്തോളം ഇപ്പം ഈ റൈറ്റ് ഓഫ് പേഴ്സൺ വിത്ത് ഡിസബിലിറ്റി ആക്ട് ഒക്കെ വന്നതിന് ശേഷം എന്തെങ്കിലും ഒരു ചേഞ്ച് നമുക്ക് കാണാൻ പറ്റുന്നുണ്ടോ? കുറച്ചും കൂടെ അതൊരു മുമ്പ് എങ്ങനെയാന്ന് വെച്ചാൽ നമ്മളൊരു ഇന്റലക്ച്വൽ ഡിസബിലിറ്റി ഉള്ള ഒരു കുട്ടി എന്ന് പറഞ്ഞാൽ അത് കുട്ടിയുടെ അമ്മയുടെ മാത്രം കടമയായി പോകുന്ന ഒരു സിറ്റുവേഷനിലേക്ക് മുമ്പ് അങ്ങനെയാണ് കണ്ടിരുന്നത്. അതായത് അവളുടെ കുഴപ്പം കൊണ്ട് അവൾ ഇങ്ങനത്തെ ഒരു കുഞ്ഞിനെ പ്രസവിച്ചു, അപ്പോൾ അവൾ അതിനെ വളർത്തണം എന്നുള്ളത്. അവിടെ ഭർത്താവ് എന്നുള്ള ഒരാള് ഇപ്പം തിരിഞ്ഞു നോക്കിയില്ലെങ്കിലും ആൾക്കാർ അയാളെ സപ്പോർട്ട് ചെയ്യും. അയ്യോ പാവം, അവൻ എങ്ങനെയാണ് ഈ ഒരു കുട്ടിയെ നോക്കുക, അവന് ജോലിക്കൊക്കെ പോകണം, പിന്നെ ഇതിന്റെ കാര്യം അവന് നോക്കാൻ പറ്റുമോ എന്നുള്ള ഒരു കൺസിഡറേഷൻ കിട്ടും. ഭർത്താവ് ഈ കുട്ടിയുടെ കാര്യം സംരക്ഷണം ഏറ്റെടുക്കുകയാണെങ്കിലും പറയും, ഓ എത്ര മഹാനായ മനുഷ്യൻ, അവൻ ആ കുഞ്ഞിന്റെ കാര്യം നോക്കുന്നുണ്ടല്ലോ എന്ന് പറയും. ഇത് സ്ത്രീകൾക്ക് ഈ രണ്ട് കൺസിഡറേഷനും പൊതുവെ കിട്ടാറ്. അതായത് സ്ത്രീ ചെയ്യുമ്പോൾ അത് നോർമലും അത് കടമ, പുരുഷൻ ചെയ്യുമ്പോൾ അതെന്തോ അഡ്വാൻസ്ഡ് ആയിട്ട് അല്ലെങ്കിൽ അധികമായിട്ടുള്ള എടുക്കുന്ന റെസ്പോൺസിബിലിറ്റി ആയിട്ടാണ് എടുക്കുന്നത്. അപ്പൊ മുമ്പ് അത് ഭയങ്കരമായിട്ടുണ്ടായിരുന്നു. ഇപ്പൊ കുറച്ചും കൂടെ നമ്മളൊക്കെ ഫീൽഡിൽ കാണുന്നത് അച്ഛനും അമ്മയും കൂടെ കുട്ടിയുടെ കാര്യങ്ങളിൽ കുറച്ചും കൂടെ ഇടപെടുന്നതും അച്ഛന്മാരുടെ ഇൻവോൾവ്മെന്റ് കുറച്ചും കൂടെ കൂടുതലായിട്ട് കണ്ടിട്ടുണ്ട് മുമ്പത്തേതിനെ അപേക്ഷിച്ച് നോക്കുമ്പോൾ. പിന്നെ നമ്മളുടെ പിന്നെ വേറൊരു എലമെന്റ് എന്ന് പറയുന്നത്, മുമ്പ് ഇങ്ങനത്തെ കുട്ടികളൊന്നും പുറത്തൊന്നും കൊണ്ടുപോകാനൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. ഇപ്പൊ അവരെയും കൊണ്ട് ഷോപ്പിംഗ് മോളിൽ വന്നാലും ഒരു സ്റ്റാർ ഹോട്ടലിൽ വന്നാലും ഒക്കെ അതൊന്നും പോസിബിൾ അല്ല. പക്ഷെ ഇപ്പൊ നമ്മളുടെ കുറച്ച് പ്രിവിലേജ്ഡ് ആയ ആൾക്കാർക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന എല്ലാ സംഭവങ്ങളും ഡിസബിലിറ്റി ഫ്രണ്ട്ലിയാണ്. ഈ അടുത്ത് ഞാനൊരു തിയേറ്ററിൽ പോയപ്പോൾ അതൊരു പിവിആറിലാണ് ഞാൻ പോയത്. പിവിആറിലുണ്ട്. അവിടെ നിങ്ങൾ ഇരിക്കരുതെന്ന് പ്രത്യേകം എഴുതിയിട്ടുണ്ട്, അത് അവർക്ക് വേണ്ടിയുള്ളതാണ്. അതങ്ങനെ തന്നെയുണ്ട്. നമുക്ക് ഇപ്പൊ കൊച്ചി സിറ്റിക്ക് അകത്താണെങ്കിൽ, ഞാൻ കേരളത്തിന്റെ വേറൊരു ഭാഗവും പറയുന്നില്ല, കൊച്ചി സിറ്റിക്ക് അകത്താണെങ്കിൽ മെട്രോ പോകുന്ന ഭാഗത്തൊക്കെ ഡിസേബിൾഡ് ആയ ഒരാൾക്ക് യാത്ര ചെയ്യാം, ഒറ്റയ്ക്ക് വേണമെങ്കിലും യാത്ര ചെയ്യാം. മെട്രോയ്ക്ക് അകത്ത് അവരുടെ എല്ലാം ബാത്റൂംസ് വരെ ഫെസിലിറ്റീസും ഒക്കെ ഉള്ളതാണ്. മെട്രോയിൽ നമുക്ക് നേരിട്ട് ഷോപ്പിംഗ് മോളിലേക്ക് കയറാനുള്ള വഴിയുണ്ട്. അപ്പം ഷോപ്പിംഗ് അതൊക്കെ എൻജോയ് ചെയ്യാം. അങ്ങനെയൊക്കെ വീൽ ചെയറിലൊക്കെ വന്നിട്ട് അത് ചെയ്യുന്ന ആൾക്കാരുണ്ട്. അങ്ങനത്തെ ഒരു സോഷ്യൽ ആക്സെപ്റ്റൻസ് കുറച്ചും കൂടെ നമുക്ക് ഉണ്ട്. പക്ഷെ നമ്മുടെ രാജ്യം എന്ന് പറയുന്നത് ഈ ഒരു സിറ്റി അല്ല. തീർച്ചയായും അതിന്റെ നമുക്ക് പല ഓഫീസുകളും, നമ്മുടെ ഗവൺമെന്റ് ആണെങ്കിലും ശരി അല്ലാത്ത ഓഫീസുകളാണെങ്കിലും ശരി, നമുക്ക് കയറി പോകാൻ പറ്റില്ല. അക്ഷയ കേന്ദ്രങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ? ഇവിടുത്തെ ഓൾമോസ്റ്റ് അക്ഷയ കേന്ദ്രങ്ങൾ ഒന്നാം നിലയിലാണ്. തീർച്ചയായും ശരിയാണ്. നെസ്റ്ററിംഗ് ആണെങ്കിലും ശരി, അപേക്ഷകൾ ഫില്ല് ചെയ്യാനാണെങ്കിലും ശരി,
ഭിന്നശേഷിയുള്ളവർ മുഴുവൻ ആശ്രയിക്കേണ്ടത് ഒരു സ്ഥലം എന്ന് പറഞ്ഞാൽ അക്ഷയ കേന്ദ്രങ്ങൾ. പക്ഷെ നമ്മുടെ അക്ഷയ കേന്ദ്രങ്ങൾ മുകളിലാണ്, അവിടേക്ക് എത്തിപ്പെടാനുള്ള ബുദ്ധിമുട്ടുണ്ട്. പിന്നെ റാമ്പ് എന്ന് പറയുമ്പോഴും പലപ്പോഴും പലരും റാമ്പ് ഉണ്ടാക്കുമെങ്കിലും അത് ശബരിമല പോലെ കുത്തനെ കയറ്റി ഒരു പേരിനൊരു റാമ്പ് ഉണ്ടാക്കി വെക്കുന്ന ആൾക്കാരുമുണ്ട്. അതുപോലെ അവരുടെ സീറ്റിംഗ് ഫെസിലിറ്റി. അതിന്റെ കൂടെ തന്നെ എനിക്ക് പറയാനുള്ള ഒരു സംഭവമാണ്, നമ്മൾ ബാരിയർ ഫ്രീ എന്നാണ് പറയാ ഈ ഇവർക്ക് വേണ്ടിയുള്ള ഫെസിലിറ്റീസ്. പക്ഷെ ബാരിയർ ഫ്രീയില് എല്ലാവരും പെടും. ഒരു 3 മാസം 4 മാസം വേണ്ട, ഒരു 6 മാസം പ്രായമുള്ള ഒരു കുഞ്ഞിനെയും കൊണ്ട് കലൂർ ബസ് സ്റ്റാൻഡിൽ ഒരു അമ്മ വന്നാൽ അമ്മയ്ക്കൊന്ന് ബാത്റൂമിൽ പോകണം എന്ന് തോന്നിയാ എന്ത് ചെയ്യും? ഈ കൊച്ചിനെ കളയാൻ പറ്റുമോ? വേറൊരാളുടെ കൈ കൊടുക്കാൻ പറ്റുമോ? ഇതിനെയും കൊണ്ട് അവിടെയുള്ള ബസ് സ്റ്റാൻഡിനകത്തുള്ള ബാത്റൂമിൽ പോകാൻ പറ്റുമോ? നമ്മള് പറയുമ്പോൾ ആരോഗ്യമുള്ള വേറെ നമ്മൾ പറഞ്ഞ സോക്കോൾഡ് 22 ഡിസബിലിറ്റിയിലും പെടാത്ത ഒരു വ്യക്തിയാണ്. അപ്പം നമ്മുടെ ബാരിയർ ഫ്രീ കൺസെപ്റ്റിൽ നമ്മൾ എങ്ങനെയൊക്കെ കാര്യങ്ങൾ ചെയ്യുന്നു എന്നുള്ളത് നമ്മൾ ചിന്തിക്കേണ്ട ഒരു സംഭവമാണ്. എനിക്ക് തോന്നുന്നു ബേസിക് കമ്മ്യൂണിറ്റീസ് പലയിടത്തും നമുക്ക് കൊടുക്കാൻ പറ്റുന്നില്ല. അപ്പോൾ നമ്മൾ ഈ അഡ്വാൻസ് ആയിട്ടുള്ള കാര്യങ്ങളെ പറ്റി ചിന്തിക്കുമ്പോൾ പിന്നെ അതൊരു ബേർഡൻ ആയിട്ട് മാറുകയല്ലേ? തീർച്ചയായിട്ടും. പിന്നെ നമ്മുടെ ആൾക്കാർ ചില സമയത്ത് ഭയങ്കര ക്രൂവലാണെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. കാരണം നമ്മൾ ഈ വീൽ ചെയറിന്റെ അടയാളത്തിലുള്ള പാർക്കിംഗ് ലോട്ട് കണ്ടിട്ടില്ലേ, ഡിസേബിൾഡ് ആയ ആൾക്കാർക്കുള്ള, അവിടെ തന്നെ കൃത്യമായിട്ട് വണ്ടി കൊണ്ടൊന്ന് പാർക്ക് ചെയ്യുന്നവരുണ്ട്. അവർക്കുള്ള പാർക്കിംഗ് സ്പേസിന്റെ തൊട്ടടുത്ത് തന്നെ ആയിരിക്കണം റാമ്പ് എന്നുള്ളതാണ് നമ്മൾ ടെക്നിക്കലി അങ്ങനെ വേണമെന്നാ പറയണം. അവിടെ കൊണ്ടുവന്ന് വണ്ടി പാർക്ക് ചെയ്ത ഈ വീൽ ചെയറിൽ വരുന്ന മനുഷ്യൻ എങ്ങനെ അതിനകത്തേക്ക് കയറിപ്പോവും? അപ്പം അങ്ങനെ വീൽ ചെയറിലൊക്കെ ഉള്ളവർ എന്തിനാ വരുന്നത്, എന്തിനാ ഇരിക്കുന്നത്? ഇങ്ങനെയൊക്കെ വളരെ ഇൻഹ്യൂമനായിട്ട് പെരുമാറുന്ന മനുഷ്യന്മാരുണ്ട്. അപ്പൊ ഇതിൻ്റെയൊക്കെ ബേസ് എന്താന്ന് വെച്ചാൽ ഈ ലേണിംഗ് ആൻഡ് അൺലേണിംഗ് ആണ്. ഇവര് നമ്മുടെ ഔദാര്യമാണ്, ഇത്രയൊക്കെ മതി എന്നൊരു ലേണിംഗ് ചെറുപ്പം തൊട്ടേ ഉണ്ട്. അത് അൺലേൺ ചെയ്യാതെ, സൊസൈറ്റി അത് അൺലേൺ ചെയ്യാണ്ട് നമുക്ക് ഇവരുടെ റൈറ്റ്സ് എൻഷുർ ചെയ്യാൻ പറ്റില്ല. അത് കുറച്ച് കെട്ടിടങ്ങളോ സൗകര്യങ്ങളോ അല്ല, ആറ്റിറ്റ്യൂഡാണ് മാറേണ്ടത്. അതെ, എനിക്ക് തോന്നുന്നു സൊസൈറ്റിയുടെ ഒരു കൺസെപ്റ്റിൽ പെടുന്ന കാര്യമാണ് ഇപ്പം ഭിന്നശേഷിയുള്ളവർക്ക് ഭിക്ഷ എടുത്തിട്ടായാലും ജീവിക്കാമല്ലോ എന്നൊക്കെ പറഞ്ഞ് ഞാൻ കേട്ടിട്ടുണ്ട്. പക്ഷെ അതേ ആളുകൾ തന്നെ ഞാൻ പലപ്പോഴും കണ്ടു, എനിക്ക് റെസ്പെക്ട് തോന്നിയിട്ടുണ്ട്. അവര് എന്തെങ്കിലും അവരെ കൊണ്ട് പറ്റുന്ന രീതിയിൽ, ചിലപ്പോൾ അത് കച്ചവടമായിരിക്കാം, അല്ലെങ്കിൽ അവർ എന്തെങ്കിലും ഒരു സ്ട്രീറ്റിലോ ഒരു ഫുഡ് വെണ്ടറായിട്ട് വർക്ക് ചെയ്യായിരിക്കാം, അല്ലെങ്കിൽ അവർ വേറെ എന്തെങ്കിലും ചെയ്യായിരിക്കാം. ഇനി ഗവൺമെന്റ് ജോലിയിലേക്ക് അവർ പ്രവേശിക്കുന്ന കണ്ടിട്ടുണ്ട്. പക്ഷെ ഇതൊന്നും അവർ റെക്കഗ്നൈസ് ചെയ്യുന്ന കാണാറില്ല. പക്ഷെ അവർ അതേസമയം കൈനീട്ടി നമ്മുടെ മുന്നിൽ വന്ന് നിൽക്കുകയാണെങ്കിൽ അത് റെക്കഗ്നൈസ് ചെയ്യും. ആ കഷ്ടം, പാവം, അവർ ഡിസബിലിറ്റി കൊണ്ടാണല്ലോ. അവർക്ക് ഈ നമ്മുടെ നാട്ടുകാർക്ക് പൊതുവെ ഈ സഹതാപമാണ് ഇഷ്ടം തോന്നും. അതായത് അവർ വന്നിട്ട് ഇങ്ങനെ പ്ലീസ് എന്നെ ഒന്ന് സഹായിക്കൂ എന്നൊരാൾ അപേക്ഷിക്കുമ്പോൾ അവർക്ക് അതിലെന്തൊരു ബൂസ്റ്റ് കിട്ടുന്നുണ്ടെന്ന് തോന്നിയിട്ടുണ്ട്. ഇപ്പം ഈ ഒരു മേഖലയുമായിട്ട് ബന്ധപ്പെട്ടുള്ള പ്രവർത്തനത്തിനിടയ്ക്ക് ഒരുപാട് പേരറിയാം. വീൽ ചെയർ അസോസിയേഷൻ ആണെങ്കിലും അതിലൊക്കെ ഉള്ള ആൾക്കാരറിയാം. വളരെ സ്മാർട്ടായിട്ട് നമ്മൾ ചെയ്യുന്ന ആൾക്കാരെ കണ്ടിട്ടുണ്ട്. വളരെ എന്താ പറയാ, മറ്റുള്ളവർക്ക് പ്രചോദനമായിട്ട് ജീവിക്കുന്ന ആൾക്കാർ. അവർ സ്വന്തം ഫാമിലി റൺ ചെയ്യുന്നു, അവർക്ക് കുട്ടികൾ ഉണ്ടാവുന്നു, കുട്ടികളെ അവർ പഠിപ്പിക്കുന്നു, അവരുടെ വീട്ടിലെ കാര്യങ്ങൾ നോക്കുന്നു, അവർ ടൂർ പോകുന്നു. സത്യം പറഞ്ഞാൽ ഒരു ഡിസബിലിറ്റി ഇല്ലാത്ത ആൾക്കാരെ പോലെ അല്ല, അവർ അവരുടെ ഫാമിലിയും കൊണ്ട് ടൂർ പോകുന്ന, എല്ലാ എന്റർടൈൻമെന്റും, ഇറങ്ങുന്ന പടങ്ങളെല്ലാം കാണുന്ന ആൾക്കാരുണ്ട്. ഇതൊക്കെ അവരവരെ സ്വയം ഇതിലേക്ക് നോർമലൈസ് ആയിട്ടുള്ള ജീവിതത്തിലേക്ക് കൊണ്ടുവരുമ്പോൾ ഈ പുറമെ നിന്ന് കാണുന്നവർ ഇവർ അബ്നോർമലാണ് അല്ലെങ്കിൽ ഇവര് ഭിന്നശേഷിക്കാരാണ് എന്ന് പറഞ്ഞിട്ട് മാറ്റി നിർത്തുന്ന കണ്ടിട്ടുള്ളത്. എമ്പതിയും തമ്മിലുള്ള ഒരു വ്യത്യാസം അവിടെയാണെന്ന് തോന്നുന്നു വരുന്നത്. അതെ, എമ്പതി എന്താന്ന് പോലും കുറെ പേർക്ക് അറിയില്ല. ഇത് രണ്ടും തമ്മിൽ വ്യത്യാസം എന്താണ് എന്ന് പോലും അറിയില്ല. ഇപ്പം ഞാൻ എൻ്റെ ഒരു പേഴ്സണൽ എക്സ്പീരിയൻസ് പറയാം. നമുക്ക് ഇവിടെ തണൽ പാരപ്ലീജിയ ഒരു സൊസൈറ്റി ഉണ്ട് പെരുമ്പാവൂർ കേന്ദ്രീകരിച്ചിട്ട്. അപ്പം നമ്മളായിട്ട് ഭയങ്കര ഫ്രണ്ട്ലി ആയിട്ട് നിൽക്കുന്ന കുറേ മനുഷ്യന്മാരാണ്. അപ്പം അതിൽ വളരെ അടുത്ത സുഹൃത്തുക്കളുണ്ട്. അപ്പം നമ്മൾ അവരുടെ അടുത്ത് സംസാരിക്കുമ്പോൾ ഞാൻ അവരുടെ അടുത്ത് സംസാരിക്കുമ്പോൾ ചെയ്യുന്ന ഞാനൊന്ന് കുനിഞ്ഞിരിക്കും. കാരണം നമുക്ക് മുഖത്തോട് മുഖം നോക്കി സംസാരിക്കാൻ. അതല്ലാണ്ട് നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും ട്രോളും കളിയാക്കി പറയും, ഇതൊക്കെ പറയും. അപ്പം നമ്മളടുത്ത് നിന്നൊരു ലേഡി അത് കഴിഞ്ഞിട്ട് എൻ്റെ അടുത്ത് പറഞ്ഞു, നിങ്ങൾ എന്ത് മനുഷ്യപ്പറ്റില്ലാതെ പെരുമാറുന്നേ? ഞാൻ ചോദിച്ചു, എന്താ ഞാൻ ചെയ്തത്? ആ ആളോട് കളിയാക്കുകയും ട്രോളും, അത് എന്നെ ട്രോളി തിരിച്ചും ട്രോളി, അങ്ങനെ. ഞാൻ പറഞ്ഞു, നിങ്ങൾ ആ മനുഷ്യൻ്റെ അടുത്ത് ചോദിക്കും, ഞാൻ മനുഷ്യപ്പറ്റില്ലാണ്ടാണോ പെരുമാറിയത്? അപ്പം ഈ വ്യക്തി, ഈ ചേച്ചിയോട് ഞാൻ പറഞ്ഞത്, ചേച്ചിക്ക് ഒരു അഭിപ്രായം പറഞ്ഞു. അപ്പോൾ പറഞ്ഞു, ചേച്ചി ഞങ്ങൾ തമ്മിൽ ഒരു ഇത്രയും ഞങ്ങൾ അടുക്കുന്നത് തന്നെ അവർ നമ്മളെ ഒരു സാധാരണ മനുഷ്യനായിട്ട് കാണുന്നുണ്ടാവും. നമ്മുടെ അടുത്ത് ബിഹേവ് ചെയ്യുമ്പോൾ നമ്മൾ ഇരിക്കുന്ന വീൽ ചെയറോ അതൊന്നുമല്ല, ഉപയോഗിക്കുന്ന കാലിപ്പേഴ്സോ അല്ല കാണുന്നത്. അപ്പം എന്നോട് ആ വ്യക്തി സംസാരിക്കുമ്പോൾ ഞാൻ എന്ന് പറയുന്ന മനുഷ്യനെയാണ് കാണുന്നത്. അതാണ് ഞങ്ങൾക്ക് കിട്ടുന്ന ബൂസ്റ്റ്.
അല്ലാണ്ട് പുറത്തുനിന്നുള്ള ആൾക്കാർ നമ്മൾ സഹതാപത്തോടു കൂടി നോക്കുന്നതല്ല. ആ ചേച്ചിക്ക് കാര്യം മനസ്സിലായോ എന്ന് എനിക്കിപ്പോഴും മനസ്സിലായിട്ടില്ല. പക്ഷെ ഈ ആൾക്കാർ ഇവരോടുള്ള ഒപ്പമുള്ള ഒരു സൗഹൃദത്തിൽ നിന്ന് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ള ഒരു കാര്യം, മനുഷ്യനായിട്ട് അവർ അംഗീകരിക്കുന്നുണ്ടോ എന്ന് അവരെ എല്ലാവരെയും കാണുന്ന പോലെ കണ്ടാൽ മതി. ഒരു അതിന്റെ ആവശ്യമൊന്നുമില്ല. അവർ വീൽ ചെയറിലാണോ, നടക്കാൻ വയ്യേ, ഞാൻ പിടിക്കണോ, ഞാൻ നോക്കണോ, അതിൻ്റെ ഒന്നും ആവശ്യമില്ല. ബിക്കോസ് അവരൊക്കെ കേപ്പബിൾ ആണ്. അവരുടെ കപ്പാസിറ്റി നമ്മളൊന്ന് സമ്മതിച്ചു കൊടുത്ത് നമ്മളൊന്ന് ബൂസ്റ്റ് ചെയ്ത് കൊടുത്താൽ അവർക്ക് അതിലും നന്നായിട്ട് ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ ഈ ഇന്റലക്ച്വൽ ഡിസബിലിറ്റി ഉള്ള കുട്ടികളുടെ അമ്മമാരുടെ അടുത്തൊക്കെ ഈ മാറി നിന്ന് താടിക്ക് കൈയെടുത്ത് സഹതാപം വെക്കുമ്പോൾ അവർക്ക് ദേഷ്യം വരും. അതേസമയം ഒരു കൈ സഹായം ആ കുഞ്ഞിനെ ഒന്ന് എടുത്ത് മാറ്റാൻ, അല്ലെങ്കിൽ കുഞ്ഞിന്റെ കൂടെ ഒരു 10 മിനിറ്റ് ഇരിക്കാൻ, അങ്ങനെയൊക്കെ ചെയ്യുന്ന ഒരു മനുഷ്യനോട് ഒരു അണ്ടർസ്റ്റാൻഡിങ് ഉണ്ടാവുക, അതുണ്ടെങ്കിലേ ഇതൊക്കെ പറ്റുമോ. സോ ഇപ്പോൾ ഈ ഇന്റലക്ച്വൽ ഡിസബിലിറ്റിയുടെ കാര്യം പറഞ്ഞുകൊണ്ട് ചോദിക്കുകയാണ്. ഞാനൊക്കെ കണ്ടിട്ടുള്ള ചില പ്രശ്നങ്ങളിൽ പേരൻസ് വന്നിട്ട് പറയുന്ന ഒരു കാര്യമാണ്, കുട്ടി ഇപ്പം ഈ മോർണിംഗ് വുഡ് എന്ന് പറയുന്ന ഒരു സിറ്റുവേഷൻ ഒക്കെ ഉണ്ട് ആൺകുട്ടികൾക്ക്. അപ്പൊ ഇവർക്കിത് അറിയില്ല, ഇത് എന്തുകൊണ്ടാണ് ഇങ്ങനെ ഉണ്ടാകുന്നത്, ശാരീരികമായിട്ടുള്ള പ്രത്യേകതയാണ്, രാവിലെ എഴുന്നേൽക്കുമ്പോൾ ഉദാഹരണം. സോ ഇതറിയാതെ, ഇവർക്ക് അറിയാത്തത് കൊണ്ട് ഇവർ അതിന്റെ പേരിൽ പ്രശ്നം ഉണ്ടാക്കുക, അഗ്രസീവ് ആവുക. കാര്യം അവർക്കതൊരു പ്ലഷറബിൾ അല്ല ഈ ഉണ്ടാവുന്ന സിറ്റുവേഷൻ. രണ്ടാമത്തെ കാര്യം, ഇവർക്ക് അറിയില്ല എങ്ങനെ ലൈംഗികത പ്രകടിപ്പിക്കണം. കാര്യം ഇന്റലക്ച്വലി അവർ ഡിസേബിൾഡ് ആണ്. സോ ഇതെങ്ങനെയാണ് നമ്മൾ ഡിസബിലിറ്റിയുടെ ഒരു കൺസിഡറേഷൻ? സീരിയസ്ലി പറയുകയാണെങ്കിൽ ഈ ഹോർമോൺ വ്യത്യാസം വരുമ്പോൾ കുട്ടികൾക്ക് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഏറ്റവും അധികം അബ്യൂസുകൾ നടക്കുന്നത് ഇവരുടെ ഒരു ടീനേജ് ഒക്കെ ആയി തുടങ്ങുമ്പോഴാണ്. അപ്പം നമ്മൾ അബ്യൂസ് ചെയ്ത ആളുടെ അടുത്ത് സംസാരിക്കുമ്പോൾ അവർ പറയുന്ന ഒരു ഡയലോഗ് ഉണ്ട്, കുട്ടി എതിർത്തില്ലല്ലോ എന്ന്. സിനിമയിലെ ഡയലോഗാണ്. കുട്ടി എതിർത്തില്ലല്ലോ. കുട്ടി എതിർക്കാതിരിക്കുന്നത്, പ്രത്യേകിച്ചും ഭിന്നശേഷിയുള്ള ഒരു കുട്ടി എതിർക്കാതിരിക്കുന്നത് കൺസെന്റ് അല്ല. അതുകൊണ്ടാണ് അത് പോക്സോയിൽ വന്നിട്ടുള്ളത്. ഭിന്നശേഷിക്കാർ ഏത് പ്രായത്തിലുള്ള ആളുകൾ അവരുടെ അത് പോക്സോക്ക് അടുത്ത് വന്നിട്ടുള്ളത്, അവരെ എതിർക്കാതിരിക്കുന്നത് കൺസെന്റ് കൊണ്ടല്ല, അവരുടെ ശാരീരിക മാനസിക അവസ്ഥ കൊണ്ടാണ്. അപ്പോൾ അത് മനസ്സിലാക്കാതെ അത് ചൂഷണം ചെയ്യുകയാണ് മറ്റേ വ്യക്തി ചെയ്തിട്ടുള്ളത്. അപ്പൊ ഇങ്ങനത്തെ കേസുകൾ വരുമ്പോൾ ഇവർക്ക് സെക്ഷൽ ഏർജ് ഉണ്ടാവും. ഈ സെക്ഷൽ ഏർജിന് പലരും പല രീതിയിലാണ് കാണിക്കുക. പല ആൺകുട്ടികൾക്ക് പ്രത്യേകിച്ചും അവരുടെ ശരീരത്തിൽ ഉണ്ടാവുന്ന വ്യത്യാസം എന്താണെന്ന് അവർക്ക് ഒന്നും അറിയില്ല. അവർ പഴയ പോലെ തന്നെ ഫ്രണ്ട്സിൻ്റെ കൂടെ കളിക്കാൻ പോകും. അങ്ങനത്തെ ഇഷ്യൂസ് ഒക്കെ നമ്മൾ കണ്ടിട്ടുണ്ട്. ഈ കളിക്കാൻ പോകുന്നിടത്ത് ആ കുട്ടികളുടെ പേരൻസ് ഇത് കണ്ട് ഇത് അബ്യൂസ് ചെയ്യാൻ വരികയാണ് എന്നൊക്കെ വിചാരിച്ച് ബഹളം ഉണ്ടാക്കുന്നതും അവരോട് താമസം മാറിപ്പോകാൻ പറയുന്നതും അങ്ങനത്തെ വിഷയങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട്. നമ്മൾ പേരൻപ് എന്ന് പറഞ്ഞൊരു പടം ഇറങ്ങിയിരുന്നല്ലോ മമ്മൂട്ടിയുടെ. അമ്മ ഉപേക്ഷിച്ചിട്ട് പോയി, അച്ഛൻ മഹാവിശാല മനസ്കൻ എന്നൊരു കൺസെപ്റ്റ് പറയുന്നുണ്ട്. പക്ഷെ ഈ അമ്മ ഉപേക്ഷിച്ചിട്ട് പോകുന്നത് ചിലപ്പോൾ അവരുടെ ഒരു എക്സ്ട്രീം ഇതിലായിരിക്കും. കാരണം ഈ കുട്ടി ജനിച്ചപ്പോൾ തൊട്ട് അവരാണ് ഇതുമായിട്ടുള്ള എല്ലാ ടാൻട്രംസും ഡീൽ ചെയ്യുന്നത്. ഒരു സാച്ചുറേഷൻ പോയിന്റ് എത്തിയപ്പോൾ ചിലപ്പോൾ അവർക്ക്, എല്ലാ മനുഷ്യനും ഒരു കപ്പാസിറ്റി ഉണ്ടല്ലോ, ആ കപ്പാസിറ്റിക്ക് അപ്പുറം എത്തിയപ്പോഴായിരിക്കാം മേ ബി അവരുടെ ലൈഫിലും എന്തെങ്കിലും ഒരു പേരൻപ് തന്നെ ശ്രദ്ധിക്കപ്പെടുന്ന ഒരു കാരണം അത് ഇതുകൊണ്ടാണ്. അതെ, അച്ഛൻ മകളുടെ ഇതിന് വേണ്ടി. അപ്പം അതിൽ നമുക്ക് ആദ്യമേ ആ കഥാപാത്രത്തിന് ഭയങ്കര സപ്പോർട്ട് സിസ്റ്റം കൊടുക്കുന്നുണ്ട്. അച്ഛൻ എന്നുള്ള ആ ഒരു അച്ഛൻ്റെ സിമ്പതി സെന്റിമെന്റ്സ് അവിടെ നന്നായിട്ട് വർക്ക്ഔട്ട് ചെയ്തിട്ട്. പക്ഷെ ആ സിനിമയിൽ അതൊക്കെ ഒരു ഇമോഷണലി ഔട്ട് ബ്രേക്കിംഗ് ആവുന്ന രംഗങ്ങളായിട്ടാണ് കാണിക്കുന്നത്. അച്ഛൻ പോയിട്ട് ഒരു മെയിൽ പ്രോസ്റ്റിറ്റ്യൂട്ടിനെ കിട്ടുമോ നോക്കുന്നത്, അങ്ങനത്തെ രംഗങ്ങളൊക്കെ. ഇത് ഇത്ര സിനിമാറ്റിക് ആക്കണ്ട, പക്ഷെ ഭീകരമായിട്ട് റിയൽ ലൈഫിൽ നടന്നുകൊണ്ടിരിക്കുന്ന ഒരു കാര്യമാണ്. സമുദ്രശിലകൾ എന്ന് പറയുന്ന പുസ്തകം ഉണ്ടല്ലോ, അതിൽ ഈ അമ്പ എന്ന് പറയുന്ന അമ്മ ഈ കുട്ടിക്ക് അവസാനം ഇത് ചെയ്തു കൊടുക്കുന്നതുണ്ട്. അമ്മ എന്ന് ഞാൻ ജനിപ്പിച്ചു, അതുകൊണ്ട് ഞാൻ ഇതും ചെയ്യട്ടെ എന്ന് പറഞ്ഞിട്ട് ചെയ്തു കൊടുക്കുന്ന ഒരു സംഭവമുണ്ട്. ലിറ്ററലി നമ്മൾ ഇതൊക്കെ റിയൽ ലൈഫിൽ കാണുന്നതാ. പക്ഷെ പൊതു മധ്യത്തിൽ ആർക്കും ഇതൊന്നും കാണാൻ താല്പര്യമില്ലാത്തത്, ആരും ചർച്ച ചെയ്യാത്തായിട്ടുള്ള വിഷയമാണ്. നമ്മൾ ശരിക്കും സീരിയസ് ആയിട്ട് ചർച്ച ചെയ്യുകയും സൊല്യൂഷനിലേക്ക് എത്തുകയും ചെയ്യേണ്ട ഒരു വിഷയമാണ് ഈ ഭിന്നശേഷിയുള്ള, പ്രത്യേകിച്ചും ഇന്റലക്ച്വൽ ഡിസബിലിറ്റി ഉള്ള കുട്ടികളുടെ ലൈംഗികത എന്ന് പറയുന്നത്. അതിനെ എവിടെ അഡ്രസ് ചെയ്യുന്നില്ല. നമുക്ക് ഈവൻ ഡോക്ടേഴ്സ് പോലും ആ ഒരു വിഷയത്തിൽ ഊന്നിയിട്ടുള്ള ഒരു സംഭവങ്ങളൊന്നും അങ്ങനെ ചെയ്യുന്നില്ല. എന്റെ മുന്നിൽ ഈ ഒരു സിറ്റുവേഷൻ വരുന്നത് പോലും ഇവരതൊരു അബ്യൂസ് എന്ന രീതിയിലാണ് അതിനെ പറയുന്നത്. ഒരിക്കലും എന്നാൽ ഇതൊരു നീഡ് എന്നുള്ള രീതിയിലോ അല്ലെ കുട്ടിക്ക് അങ്ങനെ ഒരു ലൈംഗിക വളർച്ച ഉണ്ടെന്നുള്ള, അവർ എപ്പോഴും കുട്ടിയെ കാണുന്ന കുട്ടിയായിട്ട് തന്നെയാണ്, വളരെ കുട്ടിയായിട്ടാണ്. കാര്യം അവർക്ക് അതിനപ്പുറത്തേക്ക് കാണാൻ പറ്റുന്നില്ല. ഈ കുട്ടി വളർന്നുകൊണ്ടിരിക്കുകയാണെന്നോ ശാരീരിക
ലൈംഗിക വളർച്ച ഉണ്ടെന്നുള്ളതിലേക്ക് വരുന്നില്ല. അവരിത് കംപ്ലൈന്റ് ആയിട്ടാണ് വന്ന് പറയുന്നത്. ഇപ്പം ഒരു സൈക്കാട്രിക് കണ്ടീഷൻ ആയിട്ടാണ് ഇപ്പം ഞാൻ വർക്ക് ചെയ്ത ഹോസ്പിറ്റലിൽ ഇത് വന്നത്. അപ്പൊ അവർ പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ ആ കണ്ടീഷനോട് ചേർന്ന ഒരു ബിഹേവിയറൽ പ്രോബ്ലം ആയിട്ടാണ് അവർ പറയുന്നത്. അല്ല, നമുക്ക് ബേസിക്കലി ഈ ഒരു വിഷയം അങ്ങനെ ചർച്ച ചെയ്യേണ്ട വിഷയമാണെന്ന് നമ്മുടെ സമൂഹം വിശ്വസിക്കുന്നില്ല, നോർമൽ മനുഷ്യന്റെ തന്നെ. അപ്പൊ പിന്നെ ഇങ്ങനെയുള്ള കേസുകളിൽ നോക്കാമല്ലോ. നമ്മള് ചില അമ്മമാര് പറയാറുണ്ട്, ഇങ്ങനത്തെ പെൺകുട്ടികള് അവർക്ക് പേടിയാണ് മകളെങ്ങാനും ഗർഭിണിയായി പോകുമോ എന്നൊക്കെ. കാരണം കുട്ടി അഗ്രസീവാണ്, പിന്നെ അമ്മയ്ക്കും കൺട്രോൾ കിട്ടില്ല. പ്രത്യേകിച്ചും അമ്മ എന്തെങ്കിലും ജോലിക്കൊക്കെ പോവുകയാണെങ്കിൽ അമ്മയായിരിക്കും ബ്രെഡ് വിന്നർ. ഈ കുഞ്ഞിനെ തന്നെ നോക്കിയിരുന്ന് കഴിഞ്ഞാൽ പട്ടിണി കിടക്കും. ജോലിക്ക് പുറത്തു പോയി ഇതിനെ പൂട്ടിയിട്ടിട്ട് പോകും. പക്ഷെ ഈ ചെറിയ കോളനികളിലൊക്കെ ഉള്ള ഒരു വീട് എന്നൊക്കെ പറഞ്ഞാൽ പൂട്ട് തുറക്കാനൊന്നും ആർക്കും വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല. കുട്ടിയെ അബ്യൂസ് ചെയ്യാം, കുട്ടി പ്രഗ്നന്റ് ആവാം. ഒരു അമ്മ വന്നത് 2 വട്ടം അമ്മ അവളുടെ അബോർഷൻ നടത്തി. അപ്പൊ അമ്മ പറയുന്നത് വെച്ചാൽ ഈ കുഞ്ഞ് അങ്ങോട്ട് പോകുന്നതാണെന്ന്. കാരണം അവൾക്കത് ചിന്തിക്കാനുള്ളതില്ലല്ലോ, അവൾക്കതൊരു ശരീരത്തിന്റെ ഏർജ് മാത്രമാണ്. അതെ, അത് മറ്റേ ആള് ചൂഷണം ചെയ്യാണ്. ഈ മറ്റേ ആളെന്ന് പറഞ്ഞാൽ നമ്മൾ ബോധമുണ്ട് എന്ന് പറയുന്ന അഹങ്കരിക്കുന്ന നോർമൽ മനുഷ്യനാണ്. അയാൾ ഈ കുട്ടിയുടെ അവസ്ഥയെ ചൂഷണം ചെയ്യാണ്. അപ്പൊ ഈ അമ്മ എന്താ ചെയ്യുക? എല്ലാരും അമ്മയെ കുറ്റം പറയും, നീ നോക്കാഞ്ഞിട്ടല്ലേന്നേ പറയുള്ളൂ. അമ്മ ഇതിന് നോക്കിയിരുന്ന ഈ കുട്ടി പട്ടിണിയിലാവും. അപ്പൊ അങ്ങനെ ചെയ്യുന്ന എത്രയോ അമ്മമാര് പറയാറുണ്ട്, ഗർഭപാത്രം എടുത്തു കളഞ്ഞാലോ ഈ കുഞ്ഞിന്റെ ചിന്തിക്കുന്നത്. കാരണം ആരാ ഇതിന് എന്താ ചെയ്യണമെന്നൊന്നും ഇവർക്ക് പലപ്പോഴും പറ്റുന്നില്ല. നമുക്ക് പറയാതിരിക്കാം. അതുപോലെ തന്നെ ചില വീടുകളില് പെൺകുട്ടികൾ, ഇപ്പൊ ഒരു ആൺകുട്ടിയും പെൺകുട്ടിയും ഉണ്ട്, അല്ലെങ്കിൽ ഒരു വീട്ടിലുള്ള ഒരു ആൺകുട്ടി ഇങ്ങനെയുള്ള ഒരു കുട്ടിയാണെങ്കിൽ ചില വീടുകളിലൊക്കെ ഈ പെൺകുട്ടികളെ ഹോസ്റ്റലിൽ നിർത്തി പഠിപ്പിക്കുന്നുണ്ട്. കാരണം അവന് ഈ സെക്ഷൽ ഏർജ് വരുമ്പോ പെങ്ങളാണ് എന്നുള്ള തോന്നല് പോലും വരുന്നില്ല. അവന്റെ ബുദ്ധി അത്രയും അത് ആക്സെപ്റ്റ് ചെയ്തിട്ടുള്ളൂ. അപ്പം പെൺകുട്ടിയെ ഹോസ്റ്റലിൽ നിർത്തി പഠിപ്പിക്കുന്നവരുണ്ട്. കുട്ടികൾക്ക് സിബ്ലിങ്സിനുള്ള ട്രോമ ലെവലുണ്ട്. ഇങ്ങനെയൊക്കെ വരുമ്പോൾ അതൊരു മനുഷ്യക്കുട്ടിയാണല്ലോ, അതിന് വരുന്ന ട്രോമ ലെവലുണ്ട്. അതിന്റെ പേരിൽ ഡിപ്രഷനിലേക്ക് പോകുന്നവരുണ്ട്. സിവിയർ മാനസിക രോഗത്തിലേക്ക് പോയ കുട്ടികൾ വരെ സിബ്ലിങ്സിന്റെ ഇടയിലുണ്ട്. സിബ്ലിംഗ് റൈവൽറി ഉണ്ടാവാറുണ്ട്. വളരെ എന്താ പറയാ, ഭാഗ്യം ചെയ്ത പേരൻസിന് മാത്രമാണ് ഈ കൂടപ്പിറപ്പ് ഇതിനെ നോക്കുന്ന, മനസ്സിലാക്കുന്ന, അവരുടെ മാതാപിതാക്കളുടെ അവസ്ഥ മനസ്സിലാക്കുന്ന ഒരു സിബ്ലിംഗ് ഉണ്ടാവുള്ളൂ. കുറെ വീടുകളിലും എന്താ വെച്ചാല് അച്ഛനും അമ്മയും മറ്റേ കുട്ടിയെ മാത്രമേ സ്നേഹിക്കുന്നുള്ളൂ, അതിന് മാത്രമേ ടൈം സ്പെൻഡ് ചെയ്യുന്നുള്ളൂ എന്നൊക്കെയുള്ള ഭയങ്കര പരാതികളാണ്. കുട്ടികൾ ഇപ്പൊ അറിയാലോ, നമ്മുടെ ഇവിടെ നാട്ടിലുള്ള കുട്ടികളൊന്നും നാട്ടിലല്ല പഠിക്കുന്നത്. ഒന്നെങ്കിൽ അടുത്തുള്ള സ്റ്റേറ്റിലായിരിക്കും, അപ്പുറത്തുള്ള രാജ്യത്തായിരിക്കും, അങ്ങനെയൊക്കെ ആയിരിക്കും. അപ്പൊ ഈ സ്റ്റേറ്റ് പോട്ടെ, ഒരു ജില്ല മാറിയിട്ടുള്ള ആ കുട്ടി പഠിക്കുന്ന സ്ഥാപനത്തിൽ പോലും ചിലപ്പോൾ അമ്മയ്ക്ക് പോകാൻ പറ്റില്ല. കാരണം അമ്മയ്ക്ക് ഈ കുട്ടി ഇവിടെ ഇട്ടിട്ട് ഒരു ഫുൾ ഡേ ജേർണി പറ്റില്ല. എവിടെ ഏൽപ്പിക്കും? ആര് നോക്കും? ചിലപ്പോൾ ഭയങ്കര അഗ്രസീവ് ഒക്കെ ആയിരിക്കും. അമ്മയ്ക്ക് മാത്രമേ കൺട്രോൾ ചെയ്യാൻ പറ്റുള്ളൂ. എന്നിട്ട് അപ്പൊ ആ കുട്ടി എന്താ വിചാരിക്കുക, എൻ്റെ എല്ലാ ഫ്രണ്ട്സിൻ്റെയും പേരൻസ് വരുന്നു, ടീച്ചേഴ്സിനെ പരിചയപ്പെടുന്നു, കോളേജും ഹോസ്റ്റലൊക്കെ കാണുന്നു, ഞാൻ മാത്രം അനാഥ കുട്ടിയെ പോലെ. അത് അവരുടെ ഉള്ളിൽ വേറൊരു ട്രോമ ഉണ്ടാക്കുന്നുണ്ട്. അപ്പം ഇതിങ്ങനെ ഇന്റർ കണക്റ്റഡ് ആണ്. നമ്മളീ പുറത്തുനിന്ന് കാണുന്ന മറ്റേ ടൈറ്റാനിക്കിന്റെ മഞ്ഞുമല പോലെ മുകളിലുള്ള ഒരു കഷ്ണേ നമ്മൾ കാണുന്നുള്ളൂ. അടിയിലേക്ക് ഒരുപാട് ഡെപ്തില് പറഞ്ഞു വന്ന ഒരു കാര്യത്തില് ഡിസബിലിറ്റി എന്ന് പറയുന്നത് ജന്മനയോ അല്ലെങ്കിൽ എന്തെങ്കിലും ആക്സിഡന്റിലൂടെയോ ഒക്കെ ഉണ്ടാവുമല്ലോ ഡിസബിലിറ്റി. ഇതേ ഡിസബിലിറ്റി കാരണം ആ വ്യക്തി മാത്രമല്ലല്ലോ. ഇപ്പൊ നമ്മളിപ്പോ പറഞ്ഞു വന്നതിനകത്തിലുള്ള ഒരു കാര്യം തന്നെ, സിബ്ലിങ്സ് വരുന്നുണ്ട്, പേരൻസ് വരുന്നുണ്ട്. ഈ സപ്പോർട്ട് സിസ്റ്റം എന്നാണ് നമ്മൾ പൊതുവെ ഇതിന് പറയുന്നത്. ഇവർക്ക് വരുന്നൊരു ബേർഡൻ അതെങ്ങനെയാണ് നമുക്ക് ഡീൽ ചെയ്യാൻ പറ്റുന്നത്? ഞാൻ പറഞ്ഞ ഒരു സിസ്റ്റമിക് ലെവലിലാണ്. നമ്മുടെ ഇവിടെ ഒരു കുട്ടി ജന്മന ഒരു പ്രശ്നമുള്ള കുട്ടിയാണെങ്കിൽ നമ്മളിപ്പം നമുക്ക് സർക്കാർ തലത്തിൽ DIC സെന്റേഴ്സ് ഉണ്ട്, ഏർലി ഇന്റർവെൻഷൻ സെന്റേഴ്സ്. ഇപ്പൊ നമ്മൾ കുട്ടിക്ക് 24 മണിക്കൂർ ആകുമ്പോഴേ ചെവി ഒക്കെ ടെസ്റ്റ് ചെയ്യും, കേൾവി ഉണ്ടോ എന്നുള്ളത് നോക്കും. പിന്നെ ഡെവലപ്മെന്റൽ സ്പാൻ നോക്കും, പ്രോപ്പർ ആണോ എന്നുള്ളതൊക്കെ. അപ്പൊ എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ നമ്മൾ എത്രയും പെട്ടെന്ന് അത് ഐഡന്റിഫൈ ചെയ്യാന്നുള്ളതാണ് നമ്മൾ ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. പിന്നെ നമ്മളിത് ഐഡന്റിഫൈ ചെയ്താലും കുറെ പേരൻസും ഇത് ആക്സെപ്റ്റ് ചെയ്യാൻ തയ്യാറാവില്ല. അവർ പലപ്പോഴും ഇതൊരു അസുഖമായിട്ടാണ്, അതായത് മരുന്ന് കഴിച്ചാൽ ഏതെങ്കിലും ഒരു ട്രീറ്റ്മെന്റ് എടുത്താൽ മാറുന്ന അസുഖമായിട്ടാണ് പ്രശ്നത്തെ കാണുന്നത്. അപ്പോൾ ഒബ്വിയസ്ലി അവർ കുറെ ആശുപത്രികൾ മാറി മാറി കയറും. പിന്നെ ഈ മന്ത്രവാദം, പൂജ, വഴിപാടുകൾ, ആ രീതിയിലേക്ക് ആയുർവേദം അങ്ങനെ ഇങ്ങനെയൊക്കെ പോയി ഇനീഷ്യൽ കുറെ സ്റ്റേജസ് അവരങ്ങനെ തന്നെ ചെലവഴിക്കും. പിന്നെയാണ് അവർ ഇതിനെ കുറിച്ച് കുറച്ച് അവരെ ഒന്ന് ബോധവാന്മാരാക്കി നമ്മൾ പറഞ്ഞു വരുന്നത് പേരൻസിന്റെ സൈഡിൽ നിന്ന് നടക്കുന്ന കാര്യങ്ങൾ. അപ്പൊ ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ
ഈ റിയാലിറ്റി അവർ മനസ്സിലാക്കി കഴിയുമ്പോൾ തൊട്ട് മൂഡ് മാറും. അത് ഇനി ഇത് ലൈഫ് ലോങ് ഉള്ളൊരു റിയാലിറ്റിയാണ് എന്ന് വരുമ്പോൾ ഇതിൽ എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യണമെന്ന് ആയിരിക്കും. ഇന്റലക്ച്വൽ ഡിസബിലിറ്റി ഉള്ള ഒരു കുട്ടിയാണെങ്കിൽ പ്രോപ്പർ ട്രെയിനിങ്, തെറപ്പീസ് ഒക്കെ വേണം. ഈ തെറപ്പീസ് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ സിസ്റ്റത്തിൽ നല്ല കാശ് ചെലവുള്ള ഒരു സംഭവമാണ്. അതെ, ഭയങ്കര തെറപ്പീസ് ഒന്നും വേണ്ട. നമ്മളൊരു IQ ടെസ്റ്റ് നടത്താൻ ഒരു RCA രജിസ്ട്രേഷനുള്ള ക്ലിനിക്കൽ സൈക്കോളജിസ്റ്റിന്റെ അടുത്ത് 7,000 രൂപ കൊടുക്കണം. ഒരു IQ ടെസ്റ്റിനാണ്. പിന്നെ അതിന് തുടർന്ന് വരുന്ന തെറപ്പീസ് ഉണ്ട്, പിന്നെ കുട്ടിക്ക് ഫിസിക്കലി ഇഷ്യൂസ് വരാം, അതിന് മരുന്ന്, ഹോസ്പിറ്റലൈസ്ഡ് ആവും, ഫിറ്റ്സ് ഒക്കെ പോലത്തെ സംഭവങ്ങൾ വരാം. അപ്പൊ അതിനൊക്കെ ന്യൂറോ ഇഷ്യൂസ് വരും. ഇതിനൊക്കെ ഉള്ള ട്രീറ്റ്മെന്റ് ഇതൊക്കെ ആയിട്ട് ഫിനാൻഷ്യലി ഇതൊരു ഭയങ്കര കോസ്റ്റ്ലി ആയിട്ടുള്ള സംഭവമായിട്ട് പോകും. സൈമൾട്ടേനിയസ്ലി ഈ കുട്ടിയുടെ പേരന്റിൽ ഏതെങ്കിലും ഒരാൾ കൂടെ നിന്നേ മതിയാവും. അപ്പൊ ഈ പേരന്റ് മുമ്പ് സമ്പാദിച്ചിരുന്ന ആളാണെങ്കിലും പിന്നെ അയാൾക്ക് സമ്പാദിക്കാൻ പറ്റില്ല. കാരണം കുട്ടിയിൽ ഫുൾ ടൈം കോൺസെൻട്രേഷൻ ആണ്. ഈവൻ രാത്രികൾ പോലും 2 ആഴ്ചയൊക്കെ ഉറങ്ങാതിരിക്കുന്ന മക്കളുണ്ട്. എൻ്റെ ഒരു റിലേറ്റീവ് ഉണ്ട്, അദ്ദേഹത്തിന്റെ രണ്ടാമത്തെ മകൻ ഇന്റലക്ച്വലി ഡിസേബിൾഡ് ആണ്, ഒരു സിവിയർ ഡിസബിലിറ്റി എന്ന് പറയാം. അപ്പോൾ അത്രയും കണ്ടീഷൻ ഉള്ള ഒരാൾക്ക് അദ്ദേഹം ചെയ്തത് എന്താ വെച്ചാൽ, വൈഫ് ഗവൺമെന്റ് ഉദ്യോഗസ്ഥയും ഹസ്ബൻഡ് ഒരു സാധാരണ ജോലിക്കാരനുമായിരുന്നു. അപ്പൊ ആളെന്ത് ചെയ്തു എന്ന് വെച്ചാൽ, ആളുടെ ജോലി റിസൈൻ ചെയ്തിട്ട് ഇപ്പോഴും കുട്ടിയുടെ, അതായത് നല്ല പ്രായമുണ്ട് ആൾക്ക്, ഈ കുട്ടിക്കായാലും ഒരു 27-30 വയസ്സിന് മേലെ പ്രായമായി, ഇപ്പോഴും അദ്ദേഹം ഈ മകനെ നോക്കുകയാണ് ചെയ്യുന്നത്. അപ്പൊ ഞാൻ പറഞ്ഞു വന്നതാ, ഈ റിലേറ്റ് ചെയ്യാൻ വേണ്ടി ഞാൻ പറയുന്നത്, ആരെങ്കിലും ഒരാൾ അവരുടെ ഒഴിവാക്കണം. അതെ, ആ വരുമാനം അത് അവിടെ വന്നു. അപ്പൊ നമുക്ക് ഫിനാൻഷ്യൽ ബേർഡൻ വരുന്നു, പ്ലസ് നമ്മുടെ ഉണ്ടായിരുന്ന സാമ്പത്തിക സ്രോതസ് അടഞ്ഞു പോവുകയാണ്. ഇപ്പൊ നേരത്തെ പറഞ്ഞ കേസിൽ നിന്ന് ഹസ്ബൻഡ് ആൻഡ് വൈഫിന്റെ ഇടയിൽ അത്രയും അണ്ടർസ്റ്റാൻഡിംഗ് ഉള്ളതുകൊണ്ട് മാത്രമാണ് അത് പോസിബിൾ ആയത്. ഇറ്റ്സ് ആൻ ഐഡിയൽ സിറ്റുവേഷൻ. പക്ഷെ എല്ലായിടത്തും അത് പോസിബിൾ ആവണമെന്നില്ല. ഭാര്യ നോക്കട്ടെ, ഞാൻ പണിക്ക് പോവാം എന്നുള്ള ഒരു ആറ്റിറ്റ്യൂഡാണ് കൂടുതലും കണ്ടിട്ടുള്ളത്. പിന്നെ പലരും വിദേശത്തേക്ക് രക്ഷപ്പെടുന്ന ഭർത്താക്കന്മാരെയും കണ്ടിട്ടുണ്ട്. അവിടെ ചെന്ന് ഇതൊന്നും കാണണ്ടല്ലോ, പൈസ മാത്രം അയച്ചു കൊടുത്താൽ മതിയല്ലോ, അങ്ങനെയുള്ളവർ. അപ്പം ഈ ഫിനാൻഷ്യൽ സ്രോതസ് അടഞ്ഞു. പിന്നെ അതിന്റെ കൂടെ ഏറ്റവും ഭീകരമായിട്ട് ഇമ്പാക്ട് ചെയ്യുന്നത് ഇവരുടെ സോഷ്യലൈസേഷൻ കംപ്ലീറ്റ്ലി നിൽക്കും. പ്രത്യേകിച്ചും ഈ കുട്ടിയുടെ അടുത്ത് ഏറ്റവും അധികം നിൽക്കുന്നത് ആരാണോ, അമ്മയായിരിക്കും മിക്കവാറും ഉണ്ടാവുക. അവരുടെ സോഷ്യലൈസേഷൻ കംപ്ലീറ്റ്ലി നിൽക്കും. അവർക്ക് ഇപ്പൊ ഒരു കല്യാണത്തിന് പോവാനോ, ഒരു ദൂരെയുള്ള ഒരു ബന്ധു വീട്ടിൽ പോവാനോ, ഒരു അമ്പലത്തിൽ പോവാനോ, ഇങ്ങനത്തെ പല സിറ്റുവേഷനിലും ഇവര് ഒരാളുടെ ഹെൽപ്പ് എടുക്കണം. ആരെങ്കിലും കുഞ്ഞിന്റെ കൂടെ ഇരിക്കുവോ, എല്ലാവരോടും ചോദിക്കണം. അതല്ലെങ്കിൽ കാശ് കൊടുത്തിട്ട് ഒരാളെ നിർത്തണം. അതും ഒരു എക്സ്ട്രാ ബേർഡൻ ആയിട്ട് തന്നെ വരും. കാരണം അതിന് മാത്രമുള്ള വരുമാനം ഇപ്പുറത്തുനിന്ന് സൈഡിൽ നിന്ന് വരുന്നില്ല. ഈ സോഷ്യലൈസേഷന്റെ പ്രശ്നം കാരണം ഇവർക്ക് ചിലപ്പോൾ അമ്മയ്ക്ക് ഒരു ഫ്രണ്ട്സോ അങ്ങനത്തെ സംഭവമില്ല, അമ്മയ്ക്ക് ഇത് മാനസികമായിട്ടുള്ള പ്രശ്നങ്ങൾ ഉണ്ടാവും. എത്രയോ അമ്മമാരുണ്ട് വിഷാദരോഗത്തിന്റെ പിടിയിലായിട്ടുള്ളവർ. വിഷാദരോഗം ഒരുപാട് അമ്മമാർക്ക് കാണുന്നുണ്ട്. ബേസിക്കലി സ്ത്രീകൾക്ക് ഈ ഹോർമോൺ ചേഞ്ചസ് ഒക്കെ വരുന്നത് കൊണ്ട് ഒരു പ്രീ പീരിയഡ്സും പോസ്റ്റ് പീരിയഡ്സ് ഒക്കെ ആയിട്ടുള്ള മൂഡ് സ്വിങ്സ് ഒക്കെ ഓൾറെഡി ഉണ്ട്. ഈ കൂട്ടത്തിൽ ഇവർ റിയലൈസ് ചെയ്യുന്ന ഒരു ഭാഗം ഉണ്ടല്ലോ, അതായത് എൻ്റെ കുഞ്ഞിന് ഈ അവസ്ഥ ജീവിതകാലം മുഴുവൻ ഉണ്ടാവും, ഇതിൽ നിന്ന് മാറില്ല എന്ന് റിയലൈസ് ചെയ്യണത് പല അമ്മമാർക്കും ആക്സെപ്റ്റ് ചെയ്യാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. അപ്പൊ അവർ അതിലിങ്ങനെ ആലോചിച്ചിരുന്ന് ഭയങ്കര വിഷമം, സങ്കടം അങ്ങനെയൊക്കെ തുടങ്ങുന്നവരുണ്ട്. ക്ലിനിക്കൽ സ്റ്റേജ് ഓഫ് ഡിപ്രഷനിലേക്ക് പോകുന്നവരുണ്ട്. പക്ഷെ ദൈവം സഹായിച്ച് അതൊന്നും ഇവിടെ ആരും മൈൻഡ് ചെയ്യാറില്ല. നമ്മുടെ നാട്ടിലുള്ളൊരു സിസ്റ്റത്തില് അവൾക്ക് അങ്ങനെ കൊച്ചുണ്ടായി, അവൾ നോക്കട്ടെ, അത് അവളുടെ ഉത്തരവാദിത്തം എന്നല്ലാതെ അവരുടെ ഒരു ബേർഡൻ മാറ്റിയെടുക്കാനോ അങ്ങനെയൊന്നും ആരും ചിന്തിക്കാറോ ശ്രമിക്കാറോ പോലുമില്ല. ഇപ്പൊ ഞാൻ നമ്മുടെ ഇടയ്ക്കൊന്ന് തുടങ്ങി വെച്ചിരുന്നു, അത് NSSന്റെ സ്റ്റുഡൻസിനെ വെച്ചിട്ട് ഇങ്ങനെയുള്ള കുട്ടികളെ നമ്മൾ ആ കുട്ടിയുടെ ഒരു ഫുൾ ഡേ ടൈം സംരക്ഷണം ഈ കുട്ടികളെ ഏറ്റെടുക്കും, ഒരു ഡേ കെയർ പോലെ. ആ ദിവസം അമ്മയ്ക്ക് പുറത്ത് ഷോപ്പിങ്ങിന് പോവോ, വേണമെങ്കിൽ ഒരു സിനിമയ്ക്ക് പോവോ, ഷോപ്പിംഗ് മാളിൽ പോവോ, എന്തും ചെയ്യാം. അതിൽ ഒരു സ്ത്രീ എൻ്റെ അടുത്ത് പറഞ്ഞത്, എനിക്കൊന്ന് ഉറങ്ങിയാൽ മതി മാഡം എന്നാണ്. കാരണം ഈ കുട്ടി ദിവസങ്ങളോളം ഉറങ്ങാതിരിക്കും, മകൻ. അപ്പൊ ഈ അമ്മയും കൂടെ ഉറങ്ങാതിരിക്കും. പക്ഷെ കുട്ടി പിന്നെ പകലാ കുറച്ചു നേരം ഉറങ്ങണേ. അപ്പൊ ആ സമയത്ത് അമ്മ പറഞ്ഞാൽ സമ്മതിക്കില്ല.
വീട്ടിലെ കാര്യങ്ങൾ നോക്കണം, വേറെ കുട്ടികളുണ്ട്, ഇൻലോസ് ഉണ്ട്, ഹസ്ബൻഡിന്റെ കാര്യം നോക്കണം. അപ്പൊ ഇവര് രണ്ട് മനുഷ്യജീവിയാണ്. അങ്ങനെ ഇതൊന്നും പരിഗണിക്കേണ്ടതാണ് എന്ന് തിരിച്ചറിവ് പോലും ഇല്ലാത്തൊരു സമൂഹമാണ് നമുക്കൊരു വലിയ പ്രശ്നം. ഈ ഡേ കെയറിന്റെ കാര്യം പറഞ്ഞപ്പം നാഷണൽ ട്രസ്റ്റ് ആക്ടിന്റെ കീഴിൽ കുറെ സ്കീംസ് വരുന്നുണ്ടല്ലോ. ഡേ കെയർ ഫെസിലിറ്റി സ്റ്റാർട്ട് ചെയ്യാൻ NGOസിനും ഒക്കെ ഒരു ഫെസിലിറ്റി കൊടുക്കുന്ന ഒരു സ്കീം, അത്തരം സെന്റേഴ്സ് ഉണ്ടോ നമ്മുടെ നാട്ടിൽ? നമുക്ക് ഞാൻ പറയട്ടെ, നമ്മൾ പലതും നിയമപ്രകാരം ചെയ്തു തുടങ്ങുമ്പോൾ തട്ടിക്കൂട്ടായിട്ട് മാറുന്ന കണ്ടിട്ടുണ്ട്. ഐ മീൻ ആക്ച്വലി അവർക്ക് എന്താ വേണ്ടത്? അവർക്ക് വേണ്ടത് പകൽ മുഴുവൻ വെറുതെ ഇരിക്കുന്ന ഒരു സെന്റർ അല്ല. നമ്മൾ ഇൻക്ലൂസീവ് സൊസൈറ്റി എന്ന് പറയുമ്പോൾ നമ്മൾ അവരെ ജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരാനുള്ള ഒരു സപ്പോർട്ട് സിസ്റ്റമാണ് ഉദ്ദേശിക്കുന്നത്. ഈ ഡേ കെയറിൽ പോകുന്ന കുട്ടികളുടെ പലരുടെയും പേരൻസ് കൂടെ പോയിരിക്കുന്നുണ്ട്. അതായത് വീട്ടിൽ ചെയ്യുന്ന കാര്യം ഡേ കെയറിൽ പോയിരുന്നു ചെയ്യുന്നു, വേറെ വ്യത്യാസമൊന്നുമില്ല. അപ്പൊ എന്താ കാര്യം എന്ന് വെച്ചാൽ ഇവർ പറയുന്നത് വെച്ചാൽ ഈ കുട്ടിയെ മാനേജ് ചെയ്യാൻ അവർക്ക് മാത്രമേ പറ്റുള്ളൂ. ഈവൻ എനിക്ക് തോന്നുന്നു അവിടെ വർക്ക് ചെയ്യുന്നവരും കൂടെ പറയാറുണ്ട്, അംഗൻവാടിയിലൊക്കെ അത്ര സിസ്റ്റം ഞാൻ ഫേസ് ചെയ്തിട്ടുണ്ട്. പേരന്റ് കൂടെ വന്നിരിക്കണം എന്നാലേ ഞങ്ങൾ നോക്കൂ. നമുക്കിപ്പോൾ സ്പെഷ്യൽ അംഗൻവാടി എന്ന് പറഞ്ഞിട്ട് നമ്മൾ സോഷ്യൽ സെക്യൂരിറ്റി മിഷന്റെ കീഴിൽ തുടങ്ങിയിട്ടുണ്ട്. കോഴിക്കോട് ജില്ലയിലാണ് ഇപ്പൊ അത് ചെയ്യുന്നത്. അതൊക്കെ ശരിക്കും ആത്മാർത്ഥമായിട്ട് ചെയ്യുന്ന ടീച്ചേഴ്സ് നമുക്കുണ്ട്. അപ്പൊ അത് അവിടെ ഏകദേശം നല്ല രീതിയിൽ തന്നെ പോകുന്നുണ്ട്. അപ്പൊ അതിന് സ്റ്റേറ്റ് വൈഡ് ആയിട്ട് വരുമ്പോൾ നമുക്ക് നോക്കാം. പക്ഷെ അതൊക്കെ ഒരു ഉപകാരപ്രദമായിട്ടുള്ള ഒരു കാര്യമാണ്, സ്പെഷ്യൽ അംഗൻവാടികളും അങ്ങനത്തെ സ്പെഷ്യൽ കെയർ സെന്റേഴ്സ് ഒക്കെ. പക്ഷെ എനിക്ക് കുറച്ചും കൂടി തോന്നിയിട്ടുള്ളത് നമുക്ക് വേണ്ടത് ഒരു ഹോസ്റ്റൽ സിസ്റ്റം പോലെ ഒരു സംഭവമാണ്. ഇങ്ങനെയുള്ള മുതിർന്ന കുട്ടിയാണെങ്കിലും ഇപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ സിബ്ലിങ്സിന്റെ കോളേജ് സ്കൂളിലൊക്കെ അമ്മയ്ക്കും കൂടെ ഒന്ന് പോകണമെങ്കിൽ ഒരു ദിവസം, അല്ലെങ്കിൽ ഏറ്റവും ക്ലോസ് റിലേറ്റീവിന്റെ കല്യാണത്തിന് പോകണമെങ്കിൽ, അല്ലെങ്കിൽ ഏറ്റവും ക്ലോസ് റിലേറ്റീവ് ഒരാൾ മരിച്ചെടുത്ത് പോകണമെങ്കിൽ പോലും ഈ കുഞ്ഞിനെ ഇവിടെ ഇട്ടിട്ട് പോകാൻ പറ്റില്ല. അപ്പൊ നമുക്ക് ആ 1-2 ദിവസത്തേക്ക് കുഞ്ഞിനെ ഒരു ഹോസ്റ്റൽ സൗകര്യത്തിലേക്ക് മാറ്റുക, വേണ്ട എല്ലാ സൗകര്യങ്ങളും ഒക്കെ ഉള്ള ഒരു സംഭവത്തിലേക്ക് നമ്മൾ മാറ്റിയിട്ട് നമ്മൾ നോക്കുന്ന പോലെ വിശ്വസിച്ച് ഒരു 2 ദിവസം. പേരന്റില് ഒരു സിറ്റുവേഷൻ കാണിക്കുന്നുണ്ട്, പേരന്റ് നമ്മൾ ഡിസ്കസ് ചെയ്തതുകൊണ്ട് പറയാണ്. അതിൽ ആ പേരന്റ് അയാൾക്ക് വേറൊരു ജോലിക്ക് പോകേണ്ട ആവശ്യം വരുമ്പോൾ ഇതേപോലെ ഒരു ഫെസിലിറ്റിയിലാക്കുന്നുണ്ട്. പക്ഷെ അവിടെ നടക്കുന്ന അബ്യൂസ് ആണ്. അതെ, അതാ ഞാൻ പറഞ്ഞത്. നമ്മുടെ സിസ്റ്റത്തില് ശരിക്കും ഈ എല്ലായിടത്തൊന്നും ഞാൻ പറയുന്നില്ല, പല സെന്റേഴ്സും ശരിക്ക് മൃഗങ്ങളെക്കാൾ മോശമായിട്ട് ഈ കുട്ടികളുടെ അടുത്ത് ബിഹേവ് ചെയ്യണ കണ്ടിട്ടുണ്ട്. പലയിടത്തും നമ്മൾ അങ്ങനത്തെ കഥകൾ കേട്ടിട്ടുണ്ട്. മറ്റു പലയിടത്തും നമ്മളടുത്ത് ഈ മേഖലയിൽ ജോലി ചെയ്യുന്ന ആൾക്കാർ അങ്ങനത്തെ അബ്യൂസും ഡെത്തും ഒക്കെ പറഞ്ഞു കേട്ടിട്ടുണ്ട്. അപ്പോൾ അങ്ങനെയൊന്നും അല്ലാതെ പ്രോപ്പറായിട്ട് നമുക്ക് ഒരു ഐഡിയൽ ആയിട്ടൊരു സെന്റർ ഉണ്ടെങ്കിൽ കുറേ ബേർഡൻ കിട്ടും. ഈ ഡിസേബിൾഡ് ആയിട്ടുള്ള കുട്ടികളുടെ പേരൻസിന്റെ ഏറ്റവും വലിയ മനോവ്യഥ എന്ന് പറയണത് ഞങ്ങൾ പോയാൽ ഞങ്ങളുടെ കുഞ്ഞിന് ആരാണെന്ന്. തീർച്ചയായിട്ടും. ഇപ്പൊ അതാണ് എനിക്ക് ചോദിക്കാനുണ്ടായിരുന്ന വേറൊരു കാര്യം. ഇപ്പം ഗാർഡിയൻഷിപ്പ് എന്ന് പറയുന്ന ഒരു സിസ്റ്റത്തെ പറ്റി കേട്ടിട്ടുണ്ട്. ലീഗൽ ഗാർഡിയൻഷിപ്പ് എനിക്ക് തോന്നുന്നു നാഷണൽ ട്രസ്റ്റ് ആക്ടിന്റെ അണ്ടറിൽ വരുന്ന, അതേപോലെ RPWDയുടെ അണ്ടറിലും വരുന്നുണ്ടെന്ന് തോന്നുന്നു. ഉണ്ട്. ഈ നാഷണൽ ട്രസ്റ്റ് ആക്ടിന്റെ കീഴിൽ വരുന്ന മെന്റൽ റിട്ടാർഡേഷൻ എന്ന് മുമ്പ് പറഞ്ഞിരുന്ന സംഭവം, ഓട്ടിസം, സെർബ്രൽ പാൾസി, മൾട്ടിപ്പിൾ ഡിസോർഡേഴ്സ്, ഈ ഡിസേബിലിറ്റി ഉള്ള ആൾക്കാരുടെ ലീഗൽ ഗാർഡിയൻഷിപ്പ്, അത് ഈവൻ അവരുടെ ബയോളജിക്കൽ പേരന്റ് ആണെങ്കിൽ പോലും 18 വയസ്സ് കഴിഞ്ഞാൽ ലീഗൽ ഗാർഡിയൻഷിപ്പ് എടുക്കണം. അത് നിർബന്ധമാണ്. അപ്പോ നമുക്കിപ്പം രജിസ്ട്രേഷൻ ഒക്കെ പോയി കഴിഞ്ഞാൽ ലീഗൽ ഗാർഡിയൻഷിപ്പ് എടുക്കാതെ അയാളുടെ സ്വത്ത് കൈകാര്യം ചെയ്തെന്ന് പറഞ്ഞാൽ അത് മൊത്തം വോയിഡ് ആയിപ്പോവും, ആ ഡീല് വോയിഡ് ആയിപ്പോവും. പക്ഷെ അതും സത്യം പറഞ്ഞാൽ ഇവരെ ചൂഷണം ചെയ്തിരുന്നത് കുറച്ച് കുറഞ്ഞിട്ടുണ്ട്. ഈ സ്വത്തിന്റെ പേരിൽ ഇവരെ അങ്ങോട്ടും ഇങ്ങോട്ടും അവരുടെ സ്വത്ത് ഞാൻ നോക്കിക്കോളാം, ഈ അനിയനെ ഞാനും കൂടെ നോക്കിക്കോളാം എന്ന് പറഞ്ഞ് മുഴുവൻ വാങ്ങിച്ചിട്ട് അനിയനെ ഏതെങ്കിലും ഹോമിലൊക്കെ കൊണ്ടുപോയി തള്ളുന്ന കേസുകളൊക്കെ വൃദ്ധസാധനങ്ങളുടെ കാര്യം പറയുന്ന പോലെയുള്ള സിറ്റുവേഷൻ. അങ്ങനെ ഏതെങ്കിലും ഒരു ഡെസ്റ്റിറ്റ്യൂട്ട് ഹോമിലോ അതല്ലെങ്കിൽ പെയ്ഡ് കെയർ ഹോമിലോ ഒക്കെ കൊണ്ട് തള്ളുക എന്ന് തന്നെ പറയാൻ പറ്റുള്ളൂ. കാരണം അവർ അങ്ങനത്തെ ഒരു ബേർഡനും എടുക്കാൻ തയ്യാറല്ല. പക്ഷെ അതിലൊക്കെ ഈ ലീഗൽ ഗാർഡിയൻഷിപ്പ് വന്നതിന് ശേഷം നല്ല വ്യത്യാസം വന്നിട്ടുണ്ട്. അപ്പൊ പേരൻസ് ആണെങ്കിൽ പോലും കുറച്ചും കൂടെ റിലയബിൾ ആവുന്നുണ്ട് ഈ ഒരു വിഷയം എന്നുള്ളത് ഒരു അഡ്വാൻറ്റേജ് ആണ്. ആൻസൈറ്റി കുറയാണ്, നമുക്ക് ശേഷം ആരെങ്കിലും ഒരു ഇൻസ്റ്റിറ്റ്യൂഷൻ. അതെ. അപ്പൊ അവര് ഇങ്ങനെ ഒരു സ്വത്ത് ഇവന് ഉള്ളത് കൊണ്ട് ഇവൻ ആരെങ്കിലും ടേക്ക് കെയർ ചെയ്തോളും എന്നുള്ള. പക്ഷെ അങ്ങനെയല്ല നമുക്ക് വേണ്ടത്. വി നീഡ് ആൻ ഐഡിയൽ പ്ലേസ്. അതെല്ലാ ജില്ലകളിലും. അത് ഒരു സർക്കാരിന്റെ മാത്രം ഉത്തരവാദിത്വമല്ല, സമൂഹത്തിന്റെ കൂടെ ഒരു ഇൻവോൾവ്മെന്റ് വേണം. സമൂഹത്തിന് കൂടെ നമുക്കൊരു മോണിറ്ററിംഗ് കമ്മിറ്റി വേണം. എല്ലാവരും കൂടെ. ഇപ്പൊ എല്ലാവരും പറയും സർക്കാർ ഉണ്ടാക്കട്ടെ. സർക്കാർ ഉണ്ടാക്കുന്നതിനൊക്കെ ഒരു എന്താ പറയാ, ആ പരിധിയുണ്ട്. നമ്മള്
ഡിസബിലിറ്റി എപ്പോഴും കമ്മ്യൂണിറ്റി ബേസ്ഡ് റീഹാബിലിറ്റേഷൻ ആണ്. അവരുടെ ആ കമ്മ്യൂണിറ്റിക്കകത്ത് തന്നെ അതിന് കമ്മ്യൂണിറ്റിയുടെ സപ്പോർട്ട് കിട്ടിയേ മതിയാവും. അതെ, സർക്കാർ പുറത്തുനിന്ന് വന്നിട്ട് ഒരു സെന്റർ നിർമ്മിച്ചു, ബിൽഡിംഗ് ഉണ്ടാക്കാം. അതെ, ബിൽഡിംഗ് ഉണ്ടാക്കി കഴിഞ്ഞു കഴിഞ്ഞാൽ ഈ ബിൽഡിംഗ് നിൽക്കുന്നത് ആ കമ്മ്യൂണിറ്റിയിലാണ്. ഈ കമ്മ്യൂണിറ്റിയിലേക്ക് ചെല്ലുന്നവർക്ക് അക്സെപ്റ്റൻസ് ഇല്ല എങ്കിൽ ആ സെന്റർ 4 അപ്പം നമ്മൾ ഇപ്പൊ സർക്കാരിന് ബിൽഡിങ്സ് ഉണ്ടാക്കി കൊടുക്കാൻ പറ്റും. അങ്ങനെ കുറെ നമ്മൾ ബിൽഡിങ്സ് ഉണ്ടാക്കുന്നുണ്ട്, വേണമെങ്കിൽ സ്റ്റാഫിനെയും വെക്കാൻ പറ്റും. പക്ഷെ അതിനപ്പുറത്തേക്ക് ഇത് റൺ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു സപ്പോർട്ട് സിസ്റ്റം തരേണ്ടത് സമൂഹമാണ്. ഇപ്പൊ നമ്മൾ സ്കൂൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ശരിക്കും സ്കൂളിൽ എന്ത് പരിപാടി ഉണ്ടെങ്കിലും ആ ചുറ്റോട്ടമുള്ള എല്ലാ ആൾക്കാരും സ്കൂളിലുണ്ടാവും. അത് സ്കൂളിന്റെ ഒരു സക്സസ് ആണ് അങ്ങനെ പോകുന്നത്. ആ ഒരു രീതിയിൽ നമ്മൾ ഈ വിഷയങ്ങളും ഡീല് ചെയ്യേണ്ട സമയം കഴിഞ്ഞു. സ്റ്റാഫിന്റെ കാര്യം പറഞ്ഞപ്പം തോന്നിയൊരു കാര്യമാണ്, ഇപ്പോൾ ക്ലിനിക്കൽ സൈക്കോളജിസ്റ്റ് ഉണ്ട്, സൈക്കാട്രിസ്റ്റ് ഉണ്ട്, സോഷ്യൽ വർക്കേഴ്സ് ഉണ്ട്. ഇവരൊക്കെ മെന്റൽ ഹെൽത്തുമായിട്ട് റിലേറ്റ് ചെയ്ത്, ഡിസബിലിറ്റിയായിട്ട് റിലേറ്റ് ചെയ്ത് വർക്ക് ചെയ്യുന്ന ആൾക്കാരാണ്. പക്ഷേ ഇതിന് ഇടയിലുള്ളൊരു സ്റ്റാഫ് ഉണ്ടല്ലോ, എത്രത്തോളം ട്രെയിനിങ്, അതായത് ഇപ്പം ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഈ അസിസ്റ്റ് ചെയ്യുന്ന സ്റ്റാഫുകളുണ്ട്, അല്ലെങ്കിൽ കെയർ ഹോമിലൊക്കെ പോയി കഴിഞ്ഞാൽ ടേക്ക് കെയർ ചെയ്യുന്ന അവരെ കൊണ്ടുനടക്കുന്ന സ്റ്റാഫുകളുണ്ട്. ഇവർ ട്രെയിനിങ് മാത്രമല്ല, ഇവർക്ക് എത്രത്തോളം ട്രെയിനിങ് കൊടുക്കുന്നുള്ള, അല്ലെങ്കിൽ എത്രത്തോളം ട്രെയിൻഡ് ആയിട്ടുള്ള സ്റ്റാഫുണ്ട് അങ്ങനെയുള്ള? ഇപ്പൊ നമ്മൾ ബഡ്സ് ഒക്കെ നമ്മൾ കുടുംബശ്രീ വഴിയാണ് ചെയ്യുന്നത്. പക്ഷെ ഞാൻ എൻ്റെ ഒരു എക്സ്പീരിയൻസിൽ പറയാണ്, നമുക്ക് ഫൈൻ ടീച്ചേഴ്സ് ബഡ് സ്കൂളിലുണ്ട്. അവര് ട്രെയിനിങ് എടുക്കുന്നു എന്നത് മാത്രമല്ല, അവരെ അങ്ങ് സമർപ്പിച്ചേക്കാണ് ഇതിലേക്ക്. അപ്പം അവരെന്തെങ്കിലും ഒരു കാര്യങ്ങൾ ഇതിനെക്കുറിച്ച് എൻ്റെ മക്കൾക്ക്, അങ്ങനെ പറയാം, എൻ്റെ മക്കൾക്ക് എന്ന് പറയാം, എൻ്റെ മക്കൾക്ക് ഉപകാരമുള്ള എന്തെങ്കിലും ഒരു കാര്യം ഉണ്ടെങ്കിൽ ഞാൻ പൈസ മുടക്കിയിട്ടാണെങ്കിലും ഞാൻ പോയി അത് ചെയ്തോളാം, ഞാൻ പോയി അത് പഠിച്ചോളാം എന്ന് പറയുന്ന ടീച്ചർമാരുണ്ട്. പക്ഷെ എനിക്ക് പിന്നെ കുറച്ചും കൂടെ ബിസിനസ് ലൈക്ക് തോന്നിയിട്ടുള്ളത് ഈ മിഡിൽ കിടക്കുന്ന ആൾക്കാരാണ്. അതായത് ഒരു പ്രൊഫഷൻ, ഐ ആം എ പ്രൊഫഷണൽ എന്ന് പറയുന്ന ആൾക്കാരാണ് പലപ്പോഴും ഇതൊരു ബിസിനസ് ലൈക്ക് ആയിട്ട് കൊണ്ടു നടക്കുന്നത് കണ്ടിട്ടുള്ളത്. എൻ്റെ പ്രൊഫഷനാണ്, ഞാൻ ആ വർക്ക് ചെയ്യുന്ന സമയത്ത് ഞാനത് ചെയ്യുന്നു, അത് കഴിഞ്ഞ് പിന്നെ ഞാനത് ഷട്ട് ഡൗൺ ചെയ്യണു എന്നൊരു ആറ്റിറ്റ്യൂഡ് കണ്ടിട്ടുള്ളത്. പൊതുവേ നമ്മുടെ ഗ്രാസ് റൂട്ടിലുള്ള ആൾക്കാർക്കൊക്കെ കുറച്ചും കൂടെ കമ്മിറ്റ്മെന്റ് എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ട്. പിന്നെ ആസ് എ പേഴ്സൺ ഓരോ വ്യക്തിയും വ്യത്യാസമായിരിക്കും. ജീവിതത്തിനോടെ കമ്മിറ്റ്മെന്റ് ഇല്ലാത്ത മനുഷ്യന്മാരുണ്ടോ, അങ്ങനെയുള്ള ആൾക്കാർ ഏത് പ്രൊഫഷനിൽ വന്നാലും അവിടെ നമ്മൾ കമ്മിറ്റ്മെന്റ് ഒന്നും പ്രതീക്ഷിക്കേണ്ട. അങ്ങനെ പേഴ്സണൽ ഫ്ലോസ് അല്ലാതെ പൊതുവെ ഇതിനകത്ത്, കാരണം ഇവിടെ ഒന്നും അധികം നേരം ഒരു കമ്മിറ്റ്മെന്റ് ഇല്ലാതെ നമുക്ക് പിടിച്ചു നിൽക്കാൻ പറ്റില്ല. വെറുതെ ഒരു പഠിച്ചു എന്നതുകൊണ്ട് നിൽക്കാൻ പറ്റുന്ന സ്ഥലങ്ങളല്ല. അതിനോടൊരു ആത്മാർത്ഥതയോ ഒരു പാഷനോ എങ്കിലും നമുക്ക് ചെറുതായിട്ടെങ്കിലും തോന്നണം, എങ്കിൽ മാത്രമേ നമുക്ക് അവിടെ നിൽക്കാൻ പറ്റുള്ളൂ. മോസ്റ്റ് ഇമ്പോർട്ടന്റ് എംപതൈസ് ചെയ്യാൻ പറ്റണം. ഉള്ളില് നല്ലോണം വേണം. ക്ഷമ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ചിരി മുഖത്തൊന്നും മായാൻ പാടില്ല, ദേഷ്യം വരാൻ പാടില്ല. അങ്ങനെയൊക്കെ ചെയ്യണമെങ്കിൽ ആ ചെയ്യുന്ന കർമ്മത്തിനോട് അത്രയൊരു പാഷൻ വേണം. അതുണ്ടെങ്കിൽ മാത്രമേ പറ്റൂ. അതില്ലാത്തടത്താണ് നമ്മൾ ഈ കുട്ടികളുടെ അടുത്ത് മിസ്ബിഹേവ് ചെയ്യുന്നതും അവരെ അബ്യൂസ് ചെയ്യുന്ന സംഭവങ്ങളൊക്കെ കാണുന്നത് ഈ കമ്മിറ്റ്മെന്റ് കുറഞ്ഞ സ്ഥലങ്ങളിലാണ്. പക്ഷെ അൺഫോർച്ചുനേറ്റ്ലി മനുഷ്യന്റെ കമ്മിറ്റ്മെന്റ് അളക്കാനുള്ള ഉപകരണം ഒന്നും ഇന്റർവ്യൂ ബോർഡിൽ ആരുടെയും കയ്യിലില്ല. ശരിയാണ്. എനിക്ക് വെസ്റ്റേൺ സിസ്റ്റത്തിലൊക്കെ അത്തരം സിസ്റ്റംസ് ഉണ്ട്. വെസ്റ്റേൺ സിസ്റ്റത്തിൽ മോണിറ്ററിങ് വെരി ഹെവിയാണ്. അതിലൊരു ചെറിയ ലൂപ്പ് ഹോൾ പോലും ഇല്ല. പക്ഷെ ഇവിടെ നമ്മൾ എല്ലാം മനുഷ്യത്വത്തിന്റെ മുകളിലാണ് കാണുന്നത്. ഇപ്പോൾ കേരള മോഡൽ വളരെ ചർച്ച ചെയ്യപ്പെടുന്ന ഒന്നാണല്ലോ. ഇപ്പം ഹെൽത്ത് സിസ്റ്റം പ്രത്യേകിച്ചും ഇപ്പം നമുക്ക് കാണിച്ചു കൊടുക്കാൻ പറ്റുന്ന കുറെ മോഡൽസ് ഉണ്ട്. ഈ ഡിസബിലിറ്റിയുടെ കാര്യത്തിൽ അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ? തീർച്ചയായിട്ടും ഉണ്ട്. നമ്മളിപ്പം വേറൊരു സംസ്ഥാനത്ത് പോയി കഴിഞ്ഞാൽ ഡിസബിലിറ്റി ശാപമായിട്ടൊക്കെ കാണുന്ന കമ്മ്യൂണിറ്റി ഉണ്ട്. ഒരു ഡോർഫിസം ഉള്ള ഒരു കുട്ടി ഉണ്ടെങ്കിൽ അങ്ങനെയൊക്കെയുള്ള കുട്ടികൾ ദൈവത്തിന്റെ പിശാചിന്റെ സന്തതികളാണ് എന്നൊക്കെ പറഞ്ഞ് അവരെ ഗ്രാമത്തിൽ നിന്ന് തന്നെ പുറത്താക്കുക, കുടുംബത്തോടെ അവിടുന്ന് അങ്ങനത്തെ സിസ്റ്റം ഒക്കെ ഉണ്ട്. നമ്മളതൊന്നും നമുക്ക് ചിന്തിക്കാൻ പോലും പറ്റില്ല. പ്രത്യേകിച്ച് ഇപ്പോഴത്തെ ജനറേഷനിൽ ഒരു കുട്ടിയുടെ അടുത്ത് മുമ്പ് അങ്ങനെയൊക്കെ ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞാൽ നമുക്ക് ചിന്തിക്കാൻ പോലും പറ്റില്ല. സമൂഹം അതിനെക്കുറിച്ച് അത്ര അവെയറായി. തീർച്ചയായിട്ടും നമ്മുടെ ഇടപെടലുകൾ കാരണം തന്നെയാണ് സമൂഹം അവെയർ ആയിട്ടുള്ളത്. അതേപോലെ തന്നെ നമ്മുടെ എല്ലാ ഗവൺമെന്റ് ആശുപത്രികളിലും ഈ ജനിച്ച ഉടനെയുള്ള ടെസ്റ്റുകളും ടെസ്റ്റുകളും ഒക്കെ കൃത്യമായിട്ട് ചെയ്യുന്നുണ്ട്.